സുഹൃത്തുക്കളെ, യുവാക്കൾക്ക് വേണ്ടാതാകുന്ന കേരളം എന്ന ടൈറ്റിലിൽ നമ്മളിപ്പോൾ 1.5 മണിക്കൂർ നേരം ആലോചിക്കുന്ന ഈ സെഷനിൽ ഒരു 15 മിനിറ്റ് നേരമെങ്കിലും അവസാന സെഷൻ നമ്മൾ ഓഡിയൻസിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനു മുൻപ് ഈ ചർച്ചയുടെ തുടക്കത്തിന് വേണ്ടി ഞാനിപ്പോൾ പാനലിലെ ആളുകളെ പരിചയപ്പെടുത്തേണ്ടതില്ല. ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു സന്തോഷിനെയും സുനിനെയും ഹബീബിനെയും. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഖ്യമായും 3 മേഖലകളെ കേന്ദ്രീകരിച്ചിട്ടാണ്. 1960 മുതൽ ഇങ്ങോട്ട് കേരളത്തിൻ്റെ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തെയും സാമൂഹ്യ ഭൂമിശാസ്ത്രത്തെയും അടിമുടി പരിണമിപ്പിച്ചുകൊണ്ടിരിക്കുകയും 2000 ആണ്ട് മുതൽ ഇങ്ങോട്ടുള്ള കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു മനുഷ്യജീവിത വിനിമയ പ്രക്രിയയെ തന്നെ അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മൈഗ്രേഷൻ്റെ പുതിയ തലം. അപ്പോൾ ഈ ഒരു തലത്തെ വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും സ്ഥിരവാസത്തിൻ്റെയും 3 മേഖലകളായി വിഭജിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ ആലോചിക്കുന്നത്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിന് വേണ്ടി അടുത്ത കാലത്ത് 2023 എൻ്റെ സുഹൃത്തുക്കളായ മുരളി തുമാരക്കുടിയും നീരജ ജാനകിയും ചേർന്ന് നടത്തിയ ഒരു സർവേയുടെ ചില ഡാറ്റകൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റകൾ മുൻനിർത്തി മാത്രമല്ല ഈ ചർച്ച പോവുക, പക്ഷേ ഈ ഡാറ്റകൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ പൊതുബോധത്തെ ഒന്ന് ഉറപ്പിക്കാൻ സഹായിക്കുമെന്നുകൊണ്ട് ഞാൻ ആ ഡാറ്റ ഒരു 10 മിനിറ്റിൽ പ്രസൻറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുകയും പാനലിസ്റ്റുകൾ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും ഈ സ്ഥിരതാമസത്തിൻ്റെയും കാര്യത്തിൽ കേരളത്തിലെ സ്ഥിതിയാണ് ഒരു വിഷയം. എന്തുകൊണ്ടാണ് കേരളം വിട്ട് പുറത്തു പോയി പഠിക്കാൻ മലയാളി ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത്? അഥവാ കേരളം വിട്ട് പുറത്തു പോയി പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് കാണുന്നത്? 3ാമത്തെ ചോദ്യം, അവർ കേരളത്തിലേക്ക് തിരിച്ചു വരുമോ? ഇതേ ചോദ്യമാണ് വാസ്തവത്തിൽ തൊഴിലിൻ്റെ കാര്യത്തിലും. എന്തുകൊണ്ട് കേരളത്തിൽ തൊഴിൽ ചെയ്യാൻ മലയാളി യുവാക്കൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മടിയാണ്? എന്തുകൊണ്ട് അവർ പുറത്തു പോകുന്നു? പുറത്തു പോയി തൊഴിൽ ചെയ്യുന്ന മലയാളി ഒരു സാധ്യത ഉണ്ടായാൽ കേരളത്തിലേക്ക് തിരിച്ചു വരുമോ? ഇതേ ചോദ്യമാണ് PR എടുത്തു പോകുന്ന മലയാളിയോട് ചോദിക്കാനുണ്ടാവുക. എന്തുകൊണ്ട് നിങ്ങൾ ഗൾഫ് ഒഴികെ, അറിയാമല്ലോ PR കിട്ടാത്ത, അത് നമുക്കറിയാം, ഈ ടാക്സ് ഇല്ലെങ്കിൽ പോലും PR ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ പ്രിഫർ ചെയ്യുന്ന യൂറോപ്പ് ആയാലും UK ആയാലും ഓസ്ട്രേലിയ ആയാലും. അപ്പോൾ എന്തുകൊണ്ട് PR പോകുന്നു? PR എടുത്ത മലയാളി തിരിച്ചു വരുമോ? അപ്പോൾ വാസ്തവത്തിൽ കേരളം നിങ്ങൾക്ക് വേണമോ? അല്ലെങ്കിൽ കേരളം നിങ്ങളോട് എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തോട് എന്താണ് ചെയ്യുന്നത്? ചോദ്യമാണ് ഉന്നയിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ, ഒരു പരിധിയോളം ക്ലാസ് ഡിഫറൻസും ഇല്ലാതെ, ഒരു പരിധിയോളം പ്രാദേശിക വ്യത്യാസം കൃത്യമായിട്ടുണ്ട്. ഞാൻ സന്തോഷം പറയാം, ഞങ്ങൾ വരുന്നത് സെൻട്രൽ കേരള എന്നാണ്. സെൻട്രൽ കേരള പോലെയല്ല നോർത്ത് കേരള, നമുക്കറിയാം. അതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഈ 3 മേഖലയിലും മലയാളി എന്തുകൊണ്ട് കേരളം വിടുന്നു? ഇത് എങ്ങനെ കേരളത്തെ ബാധിക്കും? അല്ലെങ്കിൽ ഇത് എങ്ങനെ കേരളം എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയെ ഭാവി രൂപപ്പെടുത്തുന്നുള്ളതാണ് ചോദ്യം. 2669 പേരുടെ ഒരു സർവേയാണ് ഇതിൻ്റെ കയ്യിലുള്ളത്. അതിൽ 70% പേർ കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിൽ പങ്കെടുത്തവർ. അതിൽ 40% ചെറുപ്പക്കാരാണ്, 30% വിദ്യാർത്ഥികളുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. പക്ഷെ കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നത് 70% ആൾക്കാരാണ്. അപ്പോൾ അതിൽ 45% കേരളത്തിന് പുറത്ത് പഠിക്കുന്നവരാണ്. ഇന്ത്യക്കുള്ളിൽ 40% ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നവരാണ്. 16% കേരളത്തിൽ പഠിക്കുന്നവരാണ്. 46% കേരളത്തിൽ പഠിക്കുന്നവരാണ്, 40% ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നവരാണ്, 16% കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ പഠിക്കുന്നവരാണ്. പക്ഷേ ഇവരിലൊക്കെ തന്നെ ഏതാണ്ട് 70% ആളുകൾ ഇന്ത്യക്ക് വിട്ടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. കേരളത്തിന് പുറത്ത് പോകണം, ഇന്ത്യക്ക് പുറത്ത് പോകണം. എന്താണ് കാരണം? ഇതാണ് ചോദ്യം. 1ാമത്തെ ചോദ്യം ഇതാണ്. 82% പേര് പറയുന്നത് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ശ്രദ്ധിക്കുക, ബെറ്റർ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ല, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. 67% പേര് പറയുന്നു ബെറ്റർ ലൈഫ് സ്റ്റൈൽ ചോയ്സ് ആണ്. 50% പേര് പറയുന്നു കൾച്ചറൽ ഓപ്പൺനെസ് ആണ്.
43% പേര് പറയുന്നു ലെസ് സോഷ്യൽ കൺട്രോളാണ്. 42% പേര് പറയുന്നു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് എംപ്ലോയിഡ്. 40% പേര് പോലും പറയുന്നില്ല ബെറ്റർ അക്കാഡമിക്സ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അക്കാഡമിക്സിന് വേണ്ടിയിട്ടല്ല മലയാളി കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്നത്. അവർ ജീവിക്കാൻ പോകുന്നു, തൊഴിലെടുക്കാൻ പോകുന്നു, അവിടെ പറ്റും ജീവിക്കാൻ, സെറ്റിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം എന്താ? കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ. ഇനി എന്താണ് കേരളത്തിൽ എഡ്യൂക്കേഷൻ്റെ ക്രൈസിസ് അവർ കാണുന്നത്? 66% പേര് പറയുന്നു പുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളോടുള്ള വളരെ മോശമായ സമീപനം എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. 64% പേര് പറയുന്നു പുവർ ഇൻഫ്രാസ്ട്രക്ചർ, ഫാക്കൽറ്റി ഇല്ല, സിലബസ് ഇല്ല, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും നിലവാര തകർച്ച. 59% പേര് പറയുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്യൂറോക്രസി, സർവകലാശാലകൾ, കോളേജുകൾ, ക്യാമ്പസുകൾ മൊത്തത്തിൽ ബ്യൂറോക്രസിയുടെ പ്രശ്നമാണ് അവർ പറയുന്നത്. 50% പറയുന്നത് ക്യാമ്പസ് പോളിറ്റിക്സ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അവർക്ക്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു, അത് ഞാൻ പറയുന്ന രാശെന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന പലരോടും ഞാൻ ചോദിക്കാറുണ്ട്. മംഗലാപുരം, കോയമ്പത്തൂർ, നാഗർകോവിൽ 3 അതിർത്തി പട്ടണങ്ങൾ കേരളത്തിലുണ്ട്. ഈ 3 അതിർത്തി പട്ടണങ്ങളിൽ ചുരുങ്ങിയത് ഒരു 15,000 മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ 3 പട്ടണങ്ങളിൽ മാത്രം. ഈ മംഗലാപുരത്തു നിന്നോ അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒരൊറ്റ കുട്ടി കേരളത്തിൽ പഠിക്കാൻ വരുന്നില്ല. കുസാറ്റിലും NIT-യിലും ഓൾ ഇന്ത്യ എൻട്രൻസിൽ അഡ്മിഷൻ കിട്ടി വരുന്ന 50-60 കുട്ടികൾ ഒഴിച്ചാൽ, അല്ലെങ്കിൽ 200-100 കുട്ടികൾ ഒഴിച്ചാൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ളിൽ ഒരു കുട്ടിയും വരുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഒരു വലിയ കുമളയാണ്. നിൽക്കട്ടെ, ഇതേ തോതിലാണ് തൊഴിലിനെ കുറിച്ചുള്ള സർവേയിലും വരുന്നത്. 84% പേര് പറയുന്നത് ബെറ്റർ സാലറിയാണ്. 80% പറയുന്നത് ബെറ്റർ ലൈഫ് സ്റ്റൈലാണ്. 50% പേര് പറയുന്നത് ലെസ് സോഷ്യൽ കൺട്രോളാണ്. 50% പേര് പറയുന്നത് കൾച്ചറൽ എക്സ്പോഷറാണ്. അപ്പോൾ തൊഴിൽ തേടി പോകുന്നവരായാലും ശരി, വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നവരായാലും ശരി, കേരളത്തിലെ നിലനിൽക്കുന്ന സാമൂഹ്യ സംവിധാനങ്ങളുടെയും സാമൂഹ്യ സംസ്കാരത്തിൻ്റെയും അവസ്ഥകളോടുള്ള വലിയ വിമർശനത്തിൽ നിന്നാണ് ഒരു പുറത്തേക്ക് പോകുന്നത്. ഇത്തരത്തിൽ മലയാളി കേരളം വിട്ടു പോകുമ്പോൾ ഇത് യുവാക്കളിലേക്കാണ് ഈ ചർച്ചയെന്ന് നമുക്കറിയാം. എങ്കിലും ഒരാശയം കൂടി പറഞ്ഞ് ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മുഖ്യമായ വിഷയം യുവാക്കളാണെങ്കിൽ തന്നെ അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കേരളം യുവാക്കൾക്ക് മാത്രമാണോ വേണ്ടതാകുന്നൊരു ചോദ്യത്തിന് വലിയ ഉത്തരവുണ്ട്. എന്താ അറിയോ? കേരളം വിട്ട് കേരളത്തിന് പുറത്തു പോയി എത്ര കാലം ജീവിച്ച ആളുകളാവട്ടെ, ഇന്ത്യക്ക് പുറത്ത് പോയി ജീവിച്ചവരാവട്ടെ, കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തത് സ്ത്രീകളാണ്. സ്ത്രീകൾ കേരളത്തിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ട് അതിൻ്റെ ചർച്ച നമുക്ക് പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, യുവാക്കൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും വേണ്ടതാകുന്ന കേരളത്തെക്കുറിച്ചാണ് ഈ ചർച്ച. ഞാൻ ഈ ചർച്ച തുടക്കം കുറിക്കാൻ വേണ്ടി ഡൽഹിയിൽ PG ചെയ്ത് തിരിച്ച് കേരളത്തിലെത്തിയ ഹബീബ് റഹ്മാനിലേക്ക് തുടങ്ങുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആളുകളെയും ഒറ്റവാക്കിൽ അഭിസംബോധന ചെയ്യുന്നു. യുവാക്കൾക്ക് വേണ്ടതാവുന്ന കേരളം എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. എന്തുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു മൈഗ്രേഷൻ കേരളത്തിൽ സംഭവിക്കുന്നു, പ്രത്യേകിച്ച് യുവാക്കളിൽ, കുട്ടികൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഇത് വ്യാപകമായി സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമായിരിക്കില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു മൈഗ്രേഷൻ സ്വഭാവം കാണിക്കുന്ന സ്പീഷീസും ഒരുപക്ഷെ ഹോമോസാപ്പിയൻസ് ആയിരിക്കും, മനുഷ്യനായിരിക്കും. ലോകത്തുണ്ടായിട്ടുള്ള സിവിലൈസേഷനുകളുടെ പിന്നാമ്പുറങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം കാണാനും പറ്റും. കേരളത്തിൽ പ്രത്യേകിച്ചും വളരെ പണ്ട് മുതൽക്ക് തന്നെ ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറിപ്പോയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ ഈ 80കളിലും 90കളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഗൾഫിലേക്ക് പോയിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ബാപ്പ ആദ്യമായിട്ട് ഗൾഫ് പോകുന്നത്. അപ്പം അന്ന് നമുക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഉമ്മയും ഏട്ടന്മാരൊക്കെ കൂടി ഒരു ജീപ്പൊക്കെ വിളിച്ച് കോഴിക്കോട് എയർപോർട്ടിൽ പോകും. അപ്പോൾ എയർപോർട്ടിൻ്റെ പിറകിലൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഗേറ്റിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വിമാനങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ബാപ്പാനെ കൊണ്ടാക്കി തിരിച്ച് വീട്ടിൽ വന്ന് 2 ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരിക. ഒരു സെപ്പറേഷൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത്.
ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും വിളിക്കുക. അപ്പോൾ ആ സമയം ഉമ്മയും കാക്കമാരിൽ ഇങ്ങനെ വരിവരായിട്ട് നിൽക്കും ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നാട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് ഗൾഫിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കത്തുകൾ എഴുതും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വലുതായപ്പോഴാണ് ഞാൻ ചിന്തിച്ചിരുന്നത് ഉപ്പ അല്ലെങ്കിൽ ബാപ്പ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന വേദന എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. ഇപ്പം നമ്മൾ ആസ്പിറേഷണൽ മൈഗ്രേഷനൊക്കെയാണ്, പക്ഷെങ്കിൽ അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഡിസ്ട്രെസ് മൈഗ്രേഷൻ, ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു ആഗ്രഹവും ഇല്ലാണ്ട് ഗത്യന്തരമില്ലാതെ പോകുന്ന മൈഗ്രേഷനായിരുന്നു അതൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു UN റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള 190-ൽ പരം രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളിലും മലയാളികളുടെ സാന്നിധ്യം ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ അടുത്ത കാലത്തായിട്ടാണ് ഈ മൈഗ്രേഷനെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന മൈഗ്രേഷനാണ്. കേരള മൈഗ്രേഷൻ സർവേയുടെ കണക്ക് പ്രകാരം എനിക്ക് തോന്നുന്നു 2018 1,29,763 വിദ്യാർത്ഥികളാണ് കേരളത്തിൻ്റെ പുറത്തേക്ക് പോയിട്ടുള്ളത്. 2023 എത്തുന്ന സമയത്ത് അത് നേരെ ഇരട്ടിയാവുകയാണ്. 2.5 ലക്ഷമാണ് കേരളത്തിൻ്റെ പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ സാറ് സൂചിപ്പിച്ചു, ഈ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പഠിച്ച് കഴിഞ്ഞിട്ട് തേച്ച് കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അവർ അവിടെ തന്നെ സെറ്റിലാവാൻ താല്പര്യപ്പെടുന്നു. ജോലി എടുക്കാൻ പോകുന്ന ആളുകളും ഒരു ടെമ്പററി മൈഗ്രേഷൻ നിന്ന് മാറിയിട്ട് ഒരു പെർമനൻറ്റിലേക്ക് അവിടെ തന്നെ PR എടുത്ത് നിൽക്കാനാണ് ആൾക്കാർക്ക് താല്പര്യപ്പെടുന്നത്. അതിൻ്റെ കാരണത്തിലേക്കാണ് ശരിക്കും നമ്മൾ വരേണ്ടത്. ഈ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പഠിക്കാൻ പോകുമ്പോഴുള്ള പ്രശ്നമില്ല, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വേറെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ കേരളത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ശരാശരി ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെയൊക്കെയാണ്. 2018-19 കണക്ക് പ്രകാരം അമേരിക്കയിലെ സമ്പദ്ഘടനയ്ക്ക് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നൽകിയ സംഭാവന എന്ന് പറയുന്നത് $760 കോടി. ഒരു വർഷം ഇന്ത്യയിലെ സ്റ്റുഡൻസ് പുറത്തെ രാജ്യങ്ങളിൽ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഏകദേശം 6 ലക്ഷം കോടിയോളം വരുന്ന പറഞ്ഞത്. കേരളത്തിലെ കണക്കാണെങ്കിൽ അത് ഏകദേശം 56,000 കോടി. നമ്മുടെ ഔട്ട്വേർഡ് റെമിറ്റൻസിൻ്റെ 31% എങ്ങാനും വരും കേരളത്തിലെ സ്റ്റുഡൻസ് പുറത്ത് രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത്. വലിയ തരത്തിൽ അത് കേരളത്തിൽ നിന്ന് പോകുന്ന പൈസയാണ്. ആ പൈസ പോയിട്ട് അത് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ള വലിയൊരു ആശങ്കയുണ്ട്. ഞാൻ അത്തരം ഡാറ്റകളിലേക്ക് പോകുന്നില്ല, സന്തോഷ് സാറും സുനീന മാമക്ക് ഇനി സംസാരിക്കാനുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ റോൾ എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ വിഷയത്തെ ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ യുവാക്കളുടെ ആശങ്ക എന്തായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ സെഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഗൂഗിളിലൊക്കെ കുറച്ച് ഡാറ്റകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു, വെറുതെ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിരിച്ചിട്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കയറിയപ്പോൾ യൂട്യൂബിലൊക്കെ കയറിയപ്പോൾ എൻ്റെ ഫീഡിൽ മുഴുവനും ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ. നമ്മുടെ ഒരു ആൽഗോരിതം അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അതിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മനോരമ എങ്ങാനും ടെലികാസ്റ്റ് ചെയ്തൊരു വീഡിയോ. ആ വീഡിയോയിൽ ഈ വിഷയമാണ് പറയുന്നത്. 2018 വിദ്യാർത്ഥികൾ എത്ര പോയി, 2019 വിദ്യാർത്ഥികൾ കൂടി, 20 കൂടി, 21 കൂടി എന്ന് പറഞ്ഞിട്ട് 2023 വരെയുള്ള ഒരു കണക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. എന്നെ നെട്ടിച്ചത് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ്. ഏകദേശം 5600ഓളം കമൻറ്റുകൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്നു. അതിൽ ഞാൻ കുറച്ച് കമൻറ്റുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ 1-2 കമൻറ്റുകൾ വായിക്കാം. ഒന്ന്, പണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ നാട് വിട്ടു പോവാതെ ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയും ഇവിടുന്ന് പോയി കിട്ടിയാൽ മതിയെന്നായി. തൊഴിലില്ലായ്മ, മെച്ചപ്പെട്ട ജീവിത നിലവാരം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്നിവ വേണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യ വിടേണ്ട അവസ്ഥയായി. അടുത്തത്, ഞാൻ അടക്കമുള്ള പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ലക്ഷ്യം യൂറോപ്പ് തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു, കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം തന്നെ. അടുത്തത്, ജോലി വേണമെങ്കിൽ കേരളത്തിൽ കമ്പനികൾ വരണം, FDI വരണം. ഇതൊക്കെ കേരളത്തിലെ ഗവൺമെൻറ് ഉള്ളിടത്തോളം ഇവിടെ വരാൻ പോകുന്നില്ല. അടുത്തത്, എൻ്റെ കുടുംബത്തിൽ ആകെ ഞാൻ മാത്രമുണ്ട് നാട്ടിൽ. ഒരു കല്യാണത്തിന് പോയാൽ തന്നെ സമപ്രായക്കാരനായ ഒരുത്തനുമില്ല. അടുത്തത്, പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി ലഭിക്കാതെ ജീവിതം നശിച്ചു പോയ എന്നെപ്പോലെ എത്രയോ പേര് നല്ല പ്രായത്തിൽ തന്നെ വിദേശ പഠനം നടത്തിയിരുന്നെങ്കിൽ ഒരു ജോലി ലഭിക്കുമായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിക്ക് കയറിയ ഒരാൾക്ക് 7000-ഉം അവിടെ വർക്ക് സൈറ്റിൽ പണിക്ക് വരുന്ന ബംഗാളികൾക്ക് 15000-ഉം കിട്ടുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് പുറത്തേക്ക് നോക്കുന്നത് അത്ര അതിശയമുള്ള കാര്യമൊന്നുമില്ല. അടുത്ത കുറച്ച് രസകരമായ സാധനമാണ്. മോനെ, ജോലിയൊന്നും ആയില്ലേ എന്ന അമ്മാവന്മാരുടെ ചോദ്യം കേട്ടും മടുത്തു. ജോലി സാലറി കുറവ്, 12 മണിക്കൂർ വരെ ജോലി ചെയ്താലും കിട്ടുന്നതോ 13,000 മുതൽ 15,000 വരെ മാത്രം. വൃത്തികെട്ട രാഷ്ട്രീയം, തൊഴിലില്ലായ്മ. കാലങ്ങൾ കഴിഞ്ഞിട്ടും ജീവന നിലവാരത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. ചെയ്യുന്ന ജോലിക്കാണ് റെസ്പെക്റ്റും ഇല്ല. ബിസിനസ് തുടങ്ങിയാൽ പൂട്ടിക്കാൻ വിവിധ തരത്തിലുള്ള പാർട്ടിക്കാർ വരുന്നു. അഴിമതി, തട്ടിപ്പ് തുടങ്ങി ജാതി വ്യവസ്ഥ മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ. ഇവിടുത്തെ PSCയെയും കുറിച്ച് പറയൂ. ഫീൽഡ് വർക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഡിഗ്രി ഒരു അയോഗ്യതയല്ലായിരുന്നു. ഈ പരീക്ഷയ്ക്ക് വേണ്ടി രാവിലെ പകലുകളാക്കി പഠിച്ച് 2 പരീക്ഷയും എഴുതി ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെയൊക്കെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തിക്കൊണ്ട് PSC പറയണോ ഡിഗ്രി യോഗ്യതയുള്ളവർ ലിസ്റ്റിൽ നിന്നും പുറത്താകുമെന്ന്. ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരൂ.
ഇതിൽ പറയുന്ന സാമൂഹ്യ വ്യവസ്ഥ എന്നതിനേക്കാൾ പ്രശ്നം ഇവിടുത്തെ സാലറി പാക്കേജസ് ആണ്. MSc കഴിഞ്ഞിരിക്കുന്ന ഞാൻ 6 മാസത്തോളമായി ഒരു ജോബ് അന്വേഷിച്ച് നടക്കുന്നു. ഇവിടെ എല്ലാ കമ്പനികളും ഓഫർ ചെയ്യുന്ന സാലറി 8,000 മുതൽ 12,000 വരെ മാത്രം. അതും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ തന്നെ. സോ കുറച്ച് ക്യാഷ് മുടക്കിയിട്ടാണെങ്കിലും ഗൾഫിൽ പോയി ജോലി അന്വേഷിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. അല്ലാതെ കേരളത്തിൽ നിൽക്കാൻ താല്പര്യം ഞാൻ കിട്ടുന്നില്ല. അവസാനത്തെ ഒരു കമൻ്റ് കൂടി വായിക്കാം. ബുദ്ധി ഉണ്ടെങ്കിൽ നാട് വിട്ടോ, ഈ കൂതറ സ്ഥലത്ത് കിടന്ന് ജീവിതം നശിപ്പിക്കാതെ. റിഗാർഡ്സ് ഫ്രം ന്യൂസിലൻഡ്. അപ്പം ഈ കമൻറ്റുകളിൽ ഏകദേശം വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവസാനത്തെ ഓക്കെ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ഇതിൽ പറയാം. അപ്പോൾ അതിനൊരു പഞ്ച് അല്ലേ ഹബീബ്, അതിൻ്റെ കൃത്യമായ പഞ്ച് തന്നു കഴിഞ്ഞു. ചർച്ച തുടരാം. കേരളത്തിന് വെളിയിൽ പോയി ഡൽഹിയിൽ MPhilഉം PhD എടുത്ത് കേരളത്തിൽ ജോലി ചെയ്യാൻ വന്ന ആളാണ് സുനൈന. ഞാൻ ചോദിച്ചത് സുനൈനോട് നേരത്തെ ചോദിച്ചിരുന്നു, സുനൈന എന്തിനാണ് കേരളത്തിൽ തിരിച്ചു വന്നത്, എന്തുകൊണ്ട് പുറത്തേക്ക് പോകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം ഒരു പക്ഷേ സുനൈന പറയും. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ഇങ്ങനെയൊരു വിഷയം കിട്ടിയപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് 20 വയസ്സിൽ കേരളം വിട്ട് പഠിക്കാനായിട്ട് കേരളം വിട്ട ഒരാളായിട്ടാണ്. അതിനുശേഷം 15 വർഷങ്ങൾ കഴിഞ്ഞ് കേരളത്തിൽ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഒരാളായിട്ട് കൂടിയാണ്. അപ്പം ഞാൻ 20 വയസ്സിൽ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി കേരളം വിടുമ്പോൾ എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആസ്പിറേഷൻ്റെ കാരണം എന്ന് പറയുന്നത് അക്കാഡമിക്സ് തന്നെയായിരുന്നു, അക്കാഡമിക് ക്വാളിറ്റി. കാരണം ഞാൻ തിരഞ്ഞെടുത്ത വിഷയം, എൻ്റെ പഠന വിഷയം, അതിന് കേരളത്തെക്കാളും പുറത്ത് നല്ല അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും, കുറച്ചുകൂടി നല്ല എക്സ്പോഷർ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പക്ഷേ ഇന്നത്തെ യുവാക്കൾ എൻ്റെ കേരളം വിട്ട് ഇന്ത്യയിലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യയുടെ തന്നെ പുറത്തേക്കും പോകുന്നതിൻ്റെ ആസ്പിറേഷൻസിൻ്റെ നേച്ചർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു 15 വർഷങ്ങൾക്ക് ഉള്ളിൽ നടന്ന ഒരു മാറ്റമാണത്. അപ്പം ഞാൻ 20 വയസ്സിൽ പോകുന്നു. ആദ്യം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു. അതിനുശേഷം ഡൽഹിയിൽ പോയി MPhilഉം PhDയും കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോകണമെന്ന് അണ്ടർ ഗ്രാജുവേഷൻ സമയത്ത് ആലോചിക്കുമ്പോൾ തന്നെ തിരിച്ചു വരണം എന്ന് തന്നെയായിരുന്നു തീരുമാനം. തിരിച്ചു വന്ന് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ ജോലി ചെയ്യണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതിപ്പോൾ നടന്നു കഴിഞ്ഞു. പക്ഷേ അന്ന് ചിന്തിച്ച ഞാനല്ല ഇന്ന് ഇതിനെ നോക്കിക്കാണുന്ന ഞാൻ. ഞാനും മാറിയിട്ടുണ്ട്. 15 വർഷത്തെ കേരളത്തിന് പുറത്തുള്ള ജീവിതം എന്നെയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ എത്തുന്നു, മികച്ച അക്കാദമിക് എക്സ്പോഷർ എനിക്ക് കിട്ടുന്നു. അതിന് കൂടെ വേറെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയെടുത്ത ഒരുപാട് കൾച്ചറൽ എക്സ്പോഷറൂടെ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കേരളത്തിൽ തിരിച്ചു വരാനുള്ള ഒരു പ്രധാന കാരണം, കേരളത്തിൽ വരുന്നതിന് മുൻപേ ഞാൻ പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ തന്നെ വേറെ 4 യൂണിവേഴ്സിറ്റികൾ ജോലി ചെയ്തതിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്. അതായത് എൻ്റെ PhD കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം. കേരളത്തിൽ വരാനുള്ള കാരണം എനിക്കിവിടെ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പെർമനൻറ്റ് ജോലി കിട്ടിയെന്നുള്ളതും വീട്ടിലെ ചില പ്രത്യേക സാഹചര്യങ്ങളും ഉണ്ട്. കുറച്ചു കാലം പേരൻസിൻ്റെ കൂടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്, അവരെ അടുത്തെങ്കിലും നിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് കൂടിയാണ്. അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സാർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ആ മാറ്റം എന്നുള്ളത്. ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ അടുത്ത് പലരും ചോദിക്കുകയും ചെയ്തു, എന്ത് മണ്ടത്തരാണ് കാണിച്ചേ, എന്തിനാണ് കേരളത്തിലേക്ക് തിരിച്ചു വന്നത്, ഇത്രയധികം അവസരങ്ങൾ പുറത്തുണ്ടായിട്ട് എന്തിന് കേരളത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എനിക്കതിൽ വരുമ്പോഴും വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്ന് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ സാർ ഇവിടെ ഒരു ഡേറ്റ് പ്രസൻറ്റ് ചെയ്തില്ലേ, അതിൽ പറഞ്ഞ കാര്യമുണ്ട്, കൾച്ചറൽ ഓപ്പൺനെസ്. കേരളത്തിന് കൾച്ചറൽ ഓപ്പൺനെസ് കുറവ് തന്നെയാണ്, അതൊരു വാസ്തവമാണ്. അപ്പോൾ ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൾച്ചറൽ ഓപ്പൺനെസ് കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ എനിക്ക് ഇത്തരം സോഷ്യൽ കൺട്രോളുകൾ കുറവായിരുന്നു. ബിക്കോസ് ഞാൻ അവിടെ ഒരു ഔട്ട്സൈഡർ ആയിരുന്നു. അവരുടെ ഒരു ഗ്രൂപ്പിനുള്ളിലുള്ള ഗ്രൂപ്പിനുള്ളിലുള്ള ഒരാളായിട്ടല്ല അവരൊന്നും കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി സ്പേസുകളിലായിരുന്നു, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്പേസുകളിലൊക്കെ ആയതുകൊണ്ട് ആ ഒരു മാറ്റം ഉണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഫ്രീ ആയിരുന്നു. ഞാൻ എല്ലാവരും ചോദിച്ചാലും പറയും എന്താണ് ഏറ്റവും വലുതായിട്ട് മനസ്സിൽ തട്ടിയൊരു നേട്ടം അവിടേക്ക് പോയിട്ട്. ഞാൻ പറയാം എനിക്ക് എൻ്റെ രാത്രി നടത്തങ്ങളെ തിരിച്ചു കിട്ടിയെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ JNUവിൽ ഇൻ്റർവ്യൂവിന് MPhil ഇൻ്റർവ്യൂവിന് പോയിട്ട് 2-3 ദിവസം അവിടെ താമസിച്ചിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഫ്രീ ആയപ്പോൾ രാത്രി അവിടെയുള്ള എൻ്റെ 2 സുഹൃത്തുക്കൾ എന്നെ JNUവിലെ റിംഗ് റോഡ് മുഴുവൻ നടന്ന് രാത്രി ഒരു 12 മണിക്ക് ശേഷം ഞങ്ങൾ നടക്കുക. തിരിച്ച് ഹോസ്റ്റലിൽ കയറുന്നത് എനിക്ക് അവരുടെ അക്കോമഡേഷനൊക്കെ റെഡിയാക്കിയിരുന്നു ഫ്രണ്ട്സ്. അവിടെ കയറുന്ന 2 മണിക്ക് ശേഷമാണ്. അവിടെ അപ്പോഴും ധാബകൾ തുറന്നിട്ടിരുന്നു. ഒരു പുലർച്ചെ വരെ അല്ലെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുഞ്ഞു കുഞ്ഞു ചായക്കടകൾ, ധാബകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം ഈ രാത്രി നടത്തങ്ങളായിരുന്നു. ഏറ്റവും സുരക്ഷിതമായിട്ട് എനിക്ക് അങ്ങനെ ഒരു രാത്രി ജീവിതം കേരളത്തിൽ കിട്ടിയിരുന്നില്ല. എന്തിനാണ് ഇത്ര രാത്രി ജീവിതം എന്ന് ചോദിച്ചാൽ, എന്തിനാണെങ്കിലും നക്തഞ്ചരയാവണം എന്നൊക്കെ ചോദിച്ചാൽ, രാത്രികൾ എൻ്റെ കൂടെയാണ്, ഞങ്ങൾ സ്ത്രീകളുടെ കൂടെയാണ് ഞങ്ങൾ രാത്രികൾ, ഞങ്ങളുടെ അവകാശമാണത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡൽഹിയിലെ രാത്രികൾ ഡൽഹിയിൽ സുരക്ഷിതത്വം ഉണ്ടോ? ഡൽഹിയുടെ JNU ക്യാമ്പസിന് പുറത്ത് ഡൽഹിയിലെ രാത്രികൾ സുരക്ഷിതമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ ആ ഒരു സേഫ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്ന് അങ്ങനെ എൻ്റെ 20കളും 30കളുടെ തുടക്കവും എല്ലാം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ജീവിച്ച് വന്ന് എനിക്ക് കേരളത്തിൽ തിരിച്ചെത്തിയപ്പോൾ ശ്വാസം മുട്ടുന്നുണ്ട് ശരിക്കും. എനിക്ക് രാത്രി ഇതുപോലെ ഈ പ്രായത്തിലും എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാൻ കഴിയില്ല. എനിക്ക് പോകേണ്ട ഇടങ്ങളിൽ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് പബ്ലിക്കായിട്ട് പബ്ലിക് സ്പേസിലിരുന്ന് സൊറ പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റില്ല. എനിക്കൊരു കലങ്കിലിരുന്ന് വർത്തമാനം പറയാൻ പറ്റില്ല. ഇത് പറ്റുമായിരിക്കാം, ഞാൻ ചെയ്യാറുമുണ്ട് കേട്ടോ, ഞാനൊന്നും വിട്ടുകൊടുക്കാറൊന്നുമില്ല. പക്ഷേ ഞാൻ കോൺഷ്യസ് ആണ്. ശരിക്കും അത് എത്രമാത്രം ഞാൻ കോൺഷ്യസ് ആവണ്ട എന്ന് വിചാരിച്ചാലും ഈ സമൂഹം എന്നിലേക്ക് നോക്കുന്ന നോട്ടങ്ങളെക്കുറിച്ച് ഞാൻ ബോധവതിയാണ്. ആൾക്കാരെന്നെ നോക്കുന്നുണ്ട്. ഇതായിരിക്കാം അവർ പാസ്സാക്കുന്ന കമൻറ്റ് എന്നുള്ളത്. അതിലും വലിയൊരു കാര്യം ഞാൻ നേരിടുന്നത് ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട വലിയൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ വേറൊരു കാര്യം, ഞാൻ അവിവാഹിതയായ 36 വയസ്സുള്ള ഒരു യൂണിവേഴ്സിറ്റി അധ്യാപികയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു വീടെടുത്താണ് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് താമസിക്കുന്നത്. എല്ലാവരും ചോദിച്ചു, എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രായത്തിലുള്ള അവിവാഹിതയായ ഒരേ ഒരു ഫീമെയിൽ ഫാക്കൽറ്റി ഞാനാണ്. എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാണ് ഒറ്റയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കുന്നത്, ആരുടെയും കൂടെ ഷെയർ ചെയ്തുകൂടെ? സ്നേഹത്തോട് ചോദിക്കുന്നതാണ്. റെൻറ്റ് ഷെയർ ചെയ്യാലോ അല്ലേ? പക്ഷേ എനിക്ക് എൻ്റെ സ്പേസ്, എൻ്റെ പ്രൈവസി വേണം. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് മലയാളി മനസ്സുകളിൽ ഇല്ല. ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് എന്തിനാ സ്വന്തമായ ഒരു സ്പേസ് അല്ലേ, എന്തിനാ സ്വന്തമായ ഒരു ഇടം? അപ്പോഴൊക്കെ ഞാൻ വിർജീനിയ വൂൾഫിനെ കുറിച്ച് ഓർക്കും. വി നീഡ് അവർ ഓൺ റൂം എന്നുള്ളത് ഞാൻ ഓർക്കും. നമുക്ക് സർഗാത്മകതയ്ക്കും നമ്മൾക്ക് നമ്മളായി ജീവിക്കാനും വി നീഡ് അവർ സ്പേസ് എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർക്കും. അത് വേണം. പക്ഷെ ആ ഒരു തിരിച്ചറിവ് ഇല്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പൊതുബോധം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. പക്ഷേ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്, കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്ന പല എൻ്റെ സുഹൃത്തുക്കളും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അതല്ല കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. 2014 ശേഷമുള്ള ഇവിടുത്തെ സവിശേഷ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ കേരളത്തിന് പുറത്ത് എവിടെയും കിട്ടാത്ത ഒരു സുരക്ഷിതത്വ ബോധം കേരളത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് വളരെ വലിയൊരു കാര്യമാണ്. ഇതുപോലൊരു വേദിയിലിരുന്ന് ഇപ്പോൾ കഴിഞ്ഞ 2 സെഷനുകൾ എനിക്ക് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എത്രമാത്രം തുറന്നു പറച്ചിലുകൾ നടത്തി, അതൊന്നും കേരളത്തിന് പുറത്ത് ഒരു വേദികളിലും ഇതുപോലെ എനിക്ക് കിട്ടില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അതും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ സന്തോഷിൻ്റെ ദീർഘകാല സുഹൃത്താണ് ഞാൻ. സന്തോഷിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് പല തരത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് മീഡിയയിൽ. അപ്പോൾ ഞാൻ സന്തോഷിനോട് കുറച്ച് മുമ്പ് പറയുമായിരുന്നു, ഈ സന്തോഷ് ടെലിവിഷനിൽ അവതരിപ്പിച്ച ലോകത്താണ് ഇന്ന് മലയാളി ജീവിക്കുന്നത്. സന്തോഷ് കാണിച്ച ലോകത്താണ് മലയാളി ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ സന്തോഷമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. അപ്പോൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ തലത്തിലേക്ക് പൂർണ്ണമായി ഫോക്കസ് ചെയ്യുന്നതിനപ്പുറം തൊഴിലിൻ്റെയോ അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും അവിടുത്തെ മനുഷ്യരെ കാണുകയും അവിടുത്തെ ജീവിതം മനസ്സിലാക്കുകയും ചെയ്ത ഒരാളെന്ന മട്ടിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പ്ലാനിംഗ് ബോർഡ് ഉൾപ്പെടെയുള്ള സമിതികളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷ് എങ്ങനെയാണ് ഈ നമ്മൾ പറയുന്ന വിഷയത്തിൻ്റെ ഒരു ഫോക്കസ്, ഞാൻ പറഞ്ഞ പോലെ ഈ വിദേശത്ത് പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ അവിടെ എങ്ങനെ ജീവിക്കുന്നു, അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മലയാളി കേരളം വിടുന്നത് എന്തുകൊണ്ടാവാം എന്ന ഒരു വിഷയത്തിൽ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ സന്തോഷിനോട് അഭ്യർത്ഥിക്കുക.
ഞാൻ ഒരു 1.5 മണിക്കൂർ മുമ്പ് പറഞ്ഞ അതേ വിഷയം 1.5 മണിക്കൂറിന് ശേഷം അതേ വേദിയിൽ പ്രസംഗിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. കൂടാതെ ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വർഷത്തിലൊരു ദിവസം ശ്രീരാമ വിഗ്രഹത്തിലേക്ക് കൃത്യമായി സൂര്യപ്രകാശം വീഴും എന്ന് പറഞ്ഞ പോലെ ഞാൻ പ്രസംഗിക്കുന്ന സമയമാകുമ്പോൾ എൻ്റെ നേരെ വെയിൽ വരത്തക്ക രീതിയിൽ പന്തൽ നിർമ്മിച്ചയാളെ ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ്. ഈ കസേര എടുത്തിട്ട് മാറുന്നുമില്ല. അപ്പോൾ ഉള്ള നേരത്തെ പറഞ്ഞിട്ട് പോവുക അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, ഇവിടെ നേരത്തെ ഇതിൻ്റെ ഡേറ്റകളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഒരു കൗതുകകരമായ കാര്യം ഇവിടെ നമ്മുടെ വനിതാ പ്രതിനിധി ശ്രീമതി സുനൈന ഈ കാര്യം പ്രസൻറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞതിനെ കൂട്ടിച്ചേർത്ത് ഞാൻ പറയുകയാണ്. കേരളം വിട്ടുപോകുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, കേരളം വിട്ടുപോകുന്ന ആളുകളിൽ ആദ്യത്തെ ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, താങ്ക് യു, അത് അങ്ങോട്ട് ഇടും തരും. കേരളം വിട്ടുപോകുന്ന ആളുകളിൽ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മംഗലശ്ശേരി നീലകണ്ഠന്മാർ മാത്രമേ തിരിച്ചു വരുള്ളൂ. ഭാനുമതിമാർ തിരിച്ചു വരാൻ പോകുന്നില്ല. ഒരു പെണ്ണും കേരളം വിട്ടുപോയാൽ, ഞാൻ അവിടെ വെച്ച് നിരവധി കുടുംബങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്, സ്ത്രീകളായ ബന്ധുക്കൾ ധാരാളം ആളുകൾ അവിടെയുണ്ട്. ഇവരൊന്നും അമേരിക്കയിലോ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ കാല് കുത്തിയാൽ ആ സെക്കൻഡിൽ അവരല്ലാതായി മാറുകയാണ്. മുമ്പേ സുനൈന പറഞ്ഞ ജീവിതം അവിടെ അങ്ങോട്ട് ആഘോഷിച്ചു തുടങ്ങുകയാണ്. ആ നാടും നാട്ടുകാരും നിയമപരിരക്ഷയും എല്ലാം അവർക്ക് അനുകൂലമായി മാറുന്നു. ഇവിടെ പതിവ്രത എന്നത് മോശം കാര്യമല്ല ഞാൻ പറഞ്ഞേ, ഭർത്താവിനെ അനുസരിച്ച് കുട്ടികളുടെ കാര്യം മാത്രം നോക്കി ഭർത്താവ് എന്ന് പറഞ്ഞ, ഞാൻ നീലകണ്ഠൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞതാ, ആ സ്വഭാവമുള്ള പുരുഷന്മാരുടെ അനുസരിച്ച് അവരുടെ അടിമയെ പോലെ ജീവിച്ച, അവരെല്ലാം ആസ്വദിക്കുകയാണെന്ന് നമ്മൾ പുരുഷന്മാർ തെറ്റിദ്ധരിച്ച് ജീവിച്ച ആ ജീവിതം യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് അമേരിക്കയിലോ യൂറോപ്പിലോ ഈ പറഞ്ഞ വികസിത നാട്ടിലോ ചെന്നിറങ്ങിയ ആദ്യത്തെ ദിവസം വലിയ കർണത്തടി പോലെ ആണുങ്ങളുടെ മുഖത്തേക്ക് ചെല്ലുകയാണ്. ആ നിമിഷം മുതൽ സ്ത്രീ അവിടെ ബഹുമാനിക്കപ്പെടുന്നവളാകുന്നു, അവളുടെ അവകാശങ്ങളുള്ളവളായി മാറുന്നു. എന്തിനേറെ ആ പുരുഷനേക്കാൾ ശമ്പളമുള്ളവളായി മാറുന്നു. ഇത്തിരി കഴിയുമ്പോൾ ആ പുരുഷൻ വിചാരിക്കുന്നു, ഇവളുടെ അടിമയായിട്ട് ഇനി ജീവിക്കുന്നതിലും വേദം നാട്ടിൽ പോയി മുണ്ടും മടക്കി കുത്തി നടക്കാം, അതിനുള്ളൊരു അവസരം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ബഹിസ്ഫുരണങ്ങളാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണുന്ന, ഫേസ്ബുക്കിൽ കാണുന്ന വിദേശത്ത് ജീവിക്കുന്ന പുരുഷന്മാരുടെ പലരുടെയും ഗൃഹാതുരത്വം തുളുമ്പുന്ന പല പോസ്റ്റുകളും വരുന്നതിൻ്റെ കാര്യം. അവൻ്റെ ഗൃഹാതുരത്വം ഭാര്യക്കിട്ട് 2 പൊട്ടിച്ച് വിരട്ടി വീട്ടിലിരുത്തിയതിൻ്റെ ഗൃഹാതുരത്വമാണ്. കൂട്ടുകാരുടെ കൂടെ കലിങ്കയിലിരുന്ന് നാട്ടിലുള്ള സ്ത്രീകളെയും വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്ത ആ സ്വാതന്ത്ര്യം, നമ്മളിവിടെ അനുഭവിച്ച എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇതൊന്നുമില്ലാത്ത ഒരിടത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാകും, ഇവിടുത്തെ ആൺകുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ചിന്തിക്കണം. ഈ പറഞ്ഞ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആൺകുട്ടികൾ ഒന്ന് സൂക്ഷിച്ചു പോയാൽ മതി. പെൺകുട്ടികൾ വേണേ പൊക്കോട്ടെ എന്ന് വെക്കുക. ഇത് വേണ്ട രീതിയിൽ പ്രചാരം കൊടുത്താൽ കേരളത്തിൽ നിന്നുള്ള യുവാക്കളുടെ ഒഴുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് ആൺകുട്ടികളുടെ എങ്കിലും. എനിക്ക് തോന്നുന്നു സന്തോഷ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച, എനിക്ക് വയനാടിൻ്റെ ഒരു കോൺഗ്രസ് അറിയില്ല, പക്ഷേ ഇടുക്കി രൂപത, ഞാൻ ഇടുക്കിക്കാരനാണ്, ഇടുക്കി കത്തോലിക്ക രൂപത ഒരു 10 വർഷം മുമ്പ് ഒരു ഇടയലേഖനം ഇറക്കിയിരുന്നു. ഇടുക്കിയിലെ ചെറുപ്പക്കാരായ സ്ത്രീകൾ ഇടുക്കിയിലെ പുരുഷന്മാരെ വിവാഹം ചെയ്യണമെന്ന്. കാരണം ഇടുക്കിയിൽ നിന്നും ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തു പോയി പഠിച്ച പെൺകുട്ടികൾ ഒരാളും പിന്നെ ഇടുക്കിയിലെ ആൺകുട്ടികളെ കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. അതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് അവിടെ. ഇപ്പോൾ ഒരു 50 വയസ്സ് വരെയൊക്കെയുള്ള ആയിരക്കണക്കിന് യുവാക്കൾ ഇടുക്കിയിൽ ഇപ്പോഴും പെണ്ണ് കിട്ടാൻ നിൽപ്പുണ്ട്. സാറിന് എവിടെ നിന്നാണ് കിട്ടിയേ? ഞാൻ അതിനു മുമ്പ് ഇടുക്കിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് പലതരത്തിൽ ഈ സാമൂഹിക പ്രശ്നം വരും. സന്തോഷമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ സർവേയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിന് പുറത്തു പോയി ജീവിച്ചവരോ ഇന്ത്യക്ക് പുറത്ത് ജീവിച്ച ആയ സ്ത്രീകൾ കേരളത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതൊരു വലിയ വിഷയം തന്നെയാണ്.
അതുകൊണ്ടാണ് നമ്മൾ യുവാക്കൾക്ക് മാത്രമല്ല കേരളത്തിൽ യുവാക്കൾക്ക് സ്ത്രീകൾക്കും വേണ്ടാതാകുന്ന നാടാണ് കേരളം എന്ന് പറഞ്ഞ് നമുക്ക് വിശദീകരിച്ച് വരാം. ഈ എഡ്യൂക്കേഷൻ്റെ ഈ ഒരു തരത്തിൽ ഇപ്പോൾ സുനൈന പറഞ്ഞൊരു ആശയമുണ്ട്. സുനൈനയ്ക്ക് പറഞ്ഞൊരു വിഷയം, ഇന്ത്യയിൽ സുനൈന നേരിടുന്ന അല്ലെങ്കിൽ സുനൈനയെ പോലെ പല സ്ത്രീകൾ നേരിടുന്ന വിഷയമാകാം. സ്ത്രീയും പുരുഷനും നേരിടുന്ന പ്രശ്നം തന്നെയാണ്. വാസ്തവത്തിൽ സുനൈന എത്തിച്ച പൊളിറ്റിക്കൽ പോയിന്റ് സ്ത്രീക്കും പുരുഷനും ബാധകമാണ്. പക്ഷേ ഇന്ത്യക്ക് പുറത്തു പോകുന്ന മലയാളികൾ ഈ തരത്തിൽ ഇന്ത്യയിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാരണം മറ്റ് പലതുമാണ്. ബെറ്റർ പേ, സാമ്പത്തിക വരുമാനത്തിൻ്റേത്, സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റേത്, സ്വാതന്ത്ര്യത്തിൻ്റേത് ഒക്കെയുണ്ട്. പക്ഷേ ഞാൻ അടിസ്ഥാനപരമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉന്നയിക്കേണ്ട ഒരു പ്രശ്നം ഞാൻ ഈ 3 പേരോടും അതിൻ്റെ പ്രതികരണം ആവശ്യപ്പെടുക. അത് എല്ലാ ചർച്ചകളും പറയുന്നത് കേരളം ഒരു മോറൽ പോലീസ് സൊസൈറ്റിയാണ്. ഇതിൽ മാത്രമല്ല അത് സ്ത്രീകൾക്ക് മാത്രമല്ല ബാധകം. സ്ത്രീകൾക്ക് മേൽ മാത്രമല്ല കേരളത്തിൻ്റെ മോറൽ പോലീസ് നടക്കാതെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരു മോറൽ പോലീസിംഗ് പോലുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഈ യുവാക്കളെ എങ്ങനെ അവരത് എങ്ങനെ അതിനെ കാണേണ്ടി വരുന്നു എന്നുള്ള കാര്യം ഹബീബ് ഒന്ന് സൂചിപ്പിക്കുമോ? കേരളം വിട്ടുപോയ സന്തോഷ് സാറൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നുള്ളൊരു ലൈവ് എക്സാമ്പിളാണ്. ഞാൻ വെയിലത്തായി സാറ് രക്ഷപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ്റെ നമുക്ക് അന്ന് ടച്ച് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ WLF-ൻ്റെ മൊബിലൈസേഷൻ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ഞാൻ. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ ക്യാമ്പസുകളിൽ പോവുക, അവിടുത്തെ കുട്ടികളെ WLF-ൻ്റെ പരിചയപ്പെടുത്തി കൊടുക്കുക, പരമാവധി വിദ്യാർത്ഥികൾ ഇവിടെയുള്ള അക്കാഡമിക്കൽ സെഷനിലേക്കും മറ്റും എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. അപ്പം ഇവിടുത്തെ ജോസഫ് സാർ അടക്കമുള്ള ക്യൂറേറ്റർമാരോട് ഒപ്പം വയനാട് ജില്ലയിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലും പോകാനും അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ മാനേജേഴ്സിനോടൊക്കെ സംസാരിക്കാനും പറ്റിയിരുന്നു. അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും മാനേജേഴ്സും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പഠിക്കാൻ കുട്ടികളില്ല എന്നുള്ളതാണ്. ഒരു കാലത്ത് നമുക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സീറ്റ് കിട്ടാത്തൊരു പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് സീറ്റ് ഫില്ലാവാത്ത പ്രശ്നമാണ് എല്ലാവരും പറയുന്നത്. ഇവിടെയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളും എയ്ഡഡ് കോളേജുകളൊക്കെ ഒരു 2-3 വർഷത്തിനകം ഒരു 1000-ഓളം കോളേജുകൾ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം താഴ്ന്നതാണോ, ഇനി അല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് വളരാത്തതാണോ പ്രശ്നം എന്നുള്ളൊരിതുണ്ട്. ഈ ഡാറ്റകൾ ഇപ്പം സുനൈന മാമിനൊക്കെ അറിയായിരിക്കും. ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഒരു പരിഗണന കിട്ടും. ഈ കാശ്മീരിൽ നിന്നും UP എന്നൊക്കെ വരുന്ന ആൾക്കാർ, നമ്മൾ കുറച്ചുകൂടി ലിറ്ററസി ഉള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം ആ രൂപത്തിലായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്ന ഇത്തരം ഡാറ്റകൾ ചിലപ്പോൾ നമ്മൾ തൃപ്തിപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. എനിക്കൊന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ കുറച്ച് കോളേജുകൾ കേരളത്തിൽ നിന്നുണ്ടാവും. പക്ഷേ രാജ്യത്തെ ഏറ്റവും മികച്ച 100 എഞ്ചിനീയറിംഗ് കോളേജ് എടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ചിലപ്പോൾ 1-2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഏറ്റവും മികച്ച ഫാർമസി കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പം എനിക്കൊന്ന് കുറച്ചുകൂടി പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ നമ്മുടെ കേരളത്തിലേക്ക് വരേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കേരളത്തിൻ്റെ സിലബസിനെ കുറിച്ചൊക്കെ നേരത്തെ സാറ് പറഞ്ഞു. ഈ ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്തൊരു സിലബസാണ്. ഈ തൊട്ടു മുമ്പേ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള കോളേജുകളിൽ ഒരു 100 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു 90% ആളുകളും മലയാളികളായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ +2 മാർക്കിൻ്റെ ബേസിലായിരുന്നു അവരെ ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം മാറി എൻട്രൻസിലേക്ക് വന്ന സമയത്ത് ഈ ഡൽഹി യൂണിവേഴ്സിറ്റികളും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന മലയാളികളായിട്ടുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒരു നിലവാരം അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് IIT-കൾ പോലെയുള്ള NIT-കൾ പോലെയുള്ള IIM-കൾ പോലെയുള്ള എയിംസിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരേണ്ടതുണ്ട്. വെറുതെ സ്ഥാപനങ്ങൾ വന്നാൽ പോരാ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നാൽ പോരാ, നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഫഷണൽ കോളേജുകൾ നമ്മുടെ കേരളത്തിൽ വരേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായമുണ്ട്. ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം ഞാൻ വയനാട്ടുകാരനാണ്, മാനന്തവാടിക്കാരനാണ്. ഈ നമ്മുടെ മാനന്തവാടി ഒരു ജില്ലാ ആശുപത്രി ഉണ്ടായിരുന്നു. ആ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായിട്ട് ഉയർത്തി. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് മാനന്തവാടിക്കാർക്ക് നന്നായിട്ട് അറിയാം. മെഡിക്കൽ കോളേജ് എന്ന പേര് മാത്രമേ ഉള്ളൂ, യഥാർത്ഥത്തിൽ അതൊരു മെഡിക്കൽ കോളേജ് ആയിട്ടില്ല. എന്നതുപോലെ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മൾ പേര് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ നമ്മുടെ കേരളത്തിലേക്ക് വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷ് സാറിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ കാണാൻ പറ്റും. ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ കുട്ടികൾക്കിടയിൽ എങ്ങനെയാണ് ഈ സിവിക് കോൺഷ്യസ്നസ് വളർത്താൻ വേണ്ടി അവർ ചെയ്യുന്ന സാധനങ്ങൾ, അത്തരത്തിലുള്ളൊരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ കേരളത്തിലെ ഒരു സിലബസിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. നേരത്തെ സാറ് പറഞ്ഞ
ഡാറ്റകളിൽ ഈ കോളേജുകളിലെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ബ്യൂറോക്രസിയെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു രണ്ടാംകിട പൗരന്മാരായിട്ടാണ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും സ്റ്റുഡൻസിനെ കാണുന്നത്. നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്ര വട്ടം കയറി ഇറങ്ങണമെന്ന് നമുക്ക് ആലോചിച്ചാൽ മതി. ഞാൻ ഈ അടുത്തൊരു എക്സാം പാസ്സായ സമയത്ത് ജാമ്യ മില്ലിയയിലെ ഇക്വാലൻസ് സർട്ടിഫിക്കറ്റ്, നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാലും കേരളത്തിൽ ഇക്വാലൻസി വേണം നമുക്ക്. അപ്പോൾ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു 10-50 വട്ടം വിളിക്കുമ്പോഴാണ് പോലും ഇപ്പോൾ ഒരു തവണയായിരിക്കും ഒരു ഫോൺ എടുക്കുക. അപ്പം അത്തരത്തിൽ ഇവരാർക്ക് വേണ്ടിയാണ്, ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ആ സീറ്റിലിരിക്കുന്ന ഒരു ബോധ്യമില്ലാത്ത ഒരു അഡ്മിനിസ്ട്രേഷനാണ് നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ എക്സാമുകൾ, ഈ ഫിഫ്ത്ത് സെം എക്സാം ഫിഫ്ത്ത് സെമ്മിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും തേർഡ് സെമ്മിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത്. ഫോർത്ത് സെം സിക്സ്ത് സെമ്മിൽ എത്തുമ്പോഴായിരിക്കും ഫിഫ്ത്ത് സെമ്മിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത്. ഒട്ടും ഓർഡർ അല്ലാത്ത രൂപത്തിൽ ഡിലേകളുടെ ഒരു പൂരമാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നേരത്തെ പറഞ്ഞു, അധ്യാപകർക്ക് വിദ്യാർത്ഥികളോടുള്ള ഒരു സമീപനം ഒട്ടും സ്റ്റുഡൻറ് ഫ്രണ്ട്ലി അല്ല. നമ്മുടെ അധ്യാപകർ എല്ലാ വർഷവും അധ്യാപക ദിനത്തിൻ്റെ അന്ന് ആരെങ്കിലും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടാവും, അവരുടെ ജീവിതത്തിൽ അവരെ നെഗറ്റീവായിട്ട് സ്വാധീനിച്ച പണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ സജീവമായപ്പം ഇതെല്ലാ വർഷവും വരും. അപ്പം ചില അധ്യാപകർക്ക് പേടിയാണ്. പണ്ട് ഇങ്ങനെ എന്താ പറയുക, കുട്ടികളൊക്കെ പേടിപ്പിച്ച് വിരട്ടി നടത്തുന്ന അധ്യാപകന്മാർക്ക് പേടിയാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ആരെങ്കിലും പണ്ട് പഠിപ്പിച്ച ആരെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാളിയോ എന്നുള്ളത്. കാരണം എല്ലാ വർഷവും ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് വരും. ഈ അനുലേഷ് അനുരാഗ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ, അദ്ദേഹം എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. പോലീസുകാരിലെ കള്ളന്മാരെ പോലെ, ന്യായാധിപന്മാരിലെ കൈക്കൂലിക്കാരെ പോലെ തൊഴിൽപരമായി അധപ്പതിച്ചൊരു വിഭാഗം അധ്യാപകരിലുമുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാനുള്ള കഴിവില്ലായ്മയോ കുട്ടികളെ പിടിച്ചെടുക്കാനുള്ള ശേഷിയില്ലായ്മയോ ഒന്നുമല്ല അവരുടെ പ്രശ്നം. കാരണം അവരുടെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അവർക്കിടയിൽ സ്വതസിദ്ധമായ ഒരു വിദ്യാർത്ഥി വിരുദ്ധത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു സമൂഹത്തെ മൊത്തം തച്ചുടക്കാൻ തൊഴിൽ പാളയത്തിൽ കയറിക്കൂടിയ ഇതുപോലെയുള്ള കുറച്ച് അധ്യാപകന്മാർ വിചാരിച്ചാൽ മതി എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം സന്തോഷിൻ്റെ ഒരു വീഡിയോ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. MG യൂണിവേഴ്സിറ്റി സന്തോഷിൻ്റെ മകളുടെ ഒരു വർഷം പാഴാക്കിയതിൻ്റെ കഥ. എനിക്കിന്ന് ഇവിടെ ഇരിക്കുന്ന പലരും കേട്ടിട്ടില്ലെങ്കിൽ സന്തോഷം അത് പറയണം. കാരണം അത് നമ്മുടെ സർവകലാശാലകൾ, ഞാനൊരു സർവകലാശാല അധ്യാപകനാണ്, പക്ഷേ നമ്മുടെ സർവകലാശാലകൾ അധ്യാപക മണ്ഡലമാകട്ടെ, അക്കാദമിക അഡ്മിനിസ്ട്രേറ്റീവ് മണ്ഡലമാകട്ടെ, ഒരു 100 വർഷം മുൻപെങ്കിലും നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിൽ നിൽക്കുന്നതിൻ്റെ ഒരു പേഴ്സണൽ നറേറ്റീവാണ് അത്. സന്തോഷം അത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് പറഞ്ഞതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. ഇല്ല, ഈ നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രശ്നം, കുട്ടികൾ മറ്റേതെങ്കിലും ഒരു സിലബസ് പഠിച്ചിട്ട് വന്നാൽ അത് ഏത് സിലബസ് ആണെന്ന് പോലും അന്വേഷിച്ച് കണ്ടെത്താനുള്ള മനസ്സില്ല എന്നുള്ളതാണ്. ഇപ്പോൾ IB എന്ന് പറയുന്ന ഒരു സിലബസ്, ഇൻ്റർനാഷണൽ ബാക്കലറേറ്റ് എന്ന് പറയുന്ന സിലബസാണ്. അത് ലോകം മുഴുവൻ ധാരാളം ആളുകൾ, കുട്ടികൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ CBSE, ICSE എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇൻ്റർനാഷണൽ സിലബസാണ് IB. ഈ IB ഉള്ള ഒരു സ്കൂളിൽ എൻ്റെ മകളെ പഠിപ്പിച്ചു. അവൾ +2 മുതൽ അവിടെയാണ് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞ് കേരളത്തിൽ വന്ന് നമ്മുടെ പ്രമുഖമായ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഡിഗ്രിക്ക് കോഴ്സിന് ചേർന്നു. 1 വർഷം കഴിയുമ്പോൾ എക്സാം ആകുമ്പോഴേക്കും ഈ ഉണ്ടായ പ്രശ്നം, ഈ IB നമ്മുടെ യൂണിവേഴ്സിറ്റികൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആ പരീക്ഷ എഴുതാനോ അടുത്ത വർഷത്തേക്ക് കടക്കാനോ അനുവദിക്കുന്നില്ല. അതിനുവേണ്ടി എത്രയോ തവണ എഴുത്തുകുത്തുകൾ നടത്തി, VCA ഉൾപ്പെടെ പോയി കണ്ടു. VC കൈമലർത്തുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിക്ക് IB എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബാക്കലറേറ്റ് എന്ന് പറയുന്ന ഒരു സിലബസിനെ കുറിച്ച് ധാരണയില്ലാതെ വരിക. അതറിയുമെങ്കിൽ തന്നെ അത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. എത്ര സ്റ്റുഡൻസ് ലോകത്തിൽ അത് പഠിക്കുന്നുണ്ട്, എത്ര കോളേജുകളിൽ അല്ലെങ്കിൽ എത്ര സ്കൂളുകളിൽ ഇന്ത്യയിൽ തന്നെ അത് IB ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ധാരാളം സ്കൂളുകളിൽ IB ഉണ്ട്. അപ്പം അവസാനം നിവൃത്തികെട്ട് അവിടെ നിന്ന് ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. വളരെ സന്തോഷപൂർവ്വം ആ ചെന്ന യൂണിവേഴ്സിറ്റി അവളെ സ്വീകരിച്ചു. കാരണം നല്ല മാർക്കുണ്ട്. IB സിലബസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സിലബസാണ്. അവിടെ നിന്ന് മികച്ച രീതിയിൽ പാസ്സായി, പോസ്റ്റ് ഗ്രാജുവേഷനും പാസ്സായി കഴിഞ്ഞു. അപ്പം നമ്മളുടെ ചെറുപ്പക്കാരെ നഷ്ടപ്പെടുത്തുന്നതിൽ, നമ്മുടെ മക്കളെ നാട് വിടാൻ പ്രേരിപ്പിക്കുന്നതിൽ ഈ സംവിധാനങ്ങൾക്കെല്ലാം പങ്കുണ്ട്. ഇന്നലെ രാത്രി ഞാൻ താമസിച്ചത് ഇവിടെ അടുത്തുള്ള ഈ വയനാട്ടിൽ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ബാണാസുര സാഗറിൻ്റെ തീരത്തുള്ള മനോഹരമായ ഒരു റിസോർട്ടിലാണ്. ആ റിസോർട്ട് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഇവിടെ ഇത്രയും ഗംഭീരമായ ഫെസിലിറ്റികൾ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹത്തോട് കഥകൾ ഞാൻ ചോദിച്ചു. അദ്ദേഹം വൈകുന്നേരം അത്താഴം കഴിക്കുമ്പോൾ ഈ കഥകളെല്ലാം പറഞ്ഞ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി
2008 മുതൽ 2021 വരെ ഓരോ ഓഫീസിലും ഒരു 150-200 തവണ വീതം കയറി ഇറങ്ങുകയും കേസ് നടത്തുകയും നിരന്തരം പോരാടുകയും ഫോറസ്റ്റേഴ്സ്, റവന്യൂ മുതൽ 100,000 കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ 2021 എത്തിയിട്ടും അവർക്ക് കറണ്ട് കിട്ടിയിട്ടില്ല. 24 മണിക്കൂറും ജനറേറ്റർ വെച്ചിട്ടാണ് അവിടെ വൈദ്യുതി അവിടത്തേക്ക് ആ മുറികളിലേക്ക് ആവശ്യമുള്ള ഫെസിലിറ്റികൾ ഒരുക്കുന്നത്, എയർ കണ്ടീഷണർ മുതൽ ബാക്കി ഫെസിലിറ്റികൾ ഒരുക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങേര് പറഞ്ഞ കഥ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്ത് പിന്നെ മുമ്പോട്ട് പോയി നിങ്ങൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഷ്ടകാലത്തിന് വേറൊരാളെ കൂടി ഇതിൻ്റെ പാർട്ണറാക്കി. അയാൾ മര്യാദയ്ക്ക് ദുബായിൽ ബിസിനസ് ചെയ്തിരുന്നയാളാണ്. അയാൾക്ക് ലോകത്ത് പല രാജ്യങ്ങളിലും ബിസിനസ് സംരംഭങ്ങളുണ്ട്. ഞാൻ അയാളെ ക്ഷണിച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന് ഞാനും കൂടെ പാർട്ണറായി. കാരണം ഇയാൾക്ക് സ്ഥലമുണ്ട്, മറ്റേ ആൾ ഇൻവെസ്റ്റ് ചെയ്യും. അവസാനം അയാളും കൂടെ പെട്ടുപോയ സ്ഥിതിക്ക് അയാൾ കാശ് തിരിച്ചു വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേറെ വഴിയില്ലെന്നായി. ആ ദുബായിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത മലയാളിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതാണ്ട് 40 രാജ്യങ്ങളിൽ ഇത്തരം സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. ഇതുപോലൊരു വ്യവസ്ഥ 10-15 വർഷം ഞാൻ കാശ് മുടക്കുന്നു, എൻ്റെ എഫേർട്ട് മുടക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ട് ഒരു കാര്യം നടത്താൻ ചുറ്റുമുള്ള ഉദ്യോഗസ്ഥ വൃന്ദം മുഴുവൻ നമുക്ക് എതിര് നിൽക്കുകയും അവരെ എല്ലാം നേരിട്ട് അതിജീവിച്ച് ഒരു സംരംഭം ആരംഭിക്കുകയും ചെയ്യുന്ന സ്ഥിതി ലോകത്തൊരിടത്തും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ മാത്രമല്ല, സംരംഭകർ, മറ്റു ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവർ, ചെറിയ പീടിക നടത്തുന്നവർ മുതൽ എല്ലാവരും അനുഭവിക്കുന്ന ഈ ചൂഷണത്തിൻ്റെ ആത്യന്തികമായ നിശബ്ദരായ പൊതുജനത്തിന് ചെയ്യാവുന്ന ഏക പണി ഇവിടം വിട്ടങ്ങ് പോവുക എന്നുള്ളത് മാത്രമായി തീർന്നതാണ് ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. ഇനി ഇവിടെ വേണ്ട, ഇനി ഞാൻ ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് നാട് വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരൊക്കെ എന്ന് അതിൻ്റെ കാരണക്കാരായവരെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഇനി മാർഗമുള്ളൂ. പക്ഷേ നമ്മളേറെ വൈകിപ്പോയി. ഇനി തിരിച്ചു പിടിക്കണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് ഒരു 15-20 വർഷം ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാവുകയും പൊതുസമൂഹത്തിന് അതിൽ റോളില്ലെന്നല്ല ഞാനീ പറയുന്നത്. മനോഭാവം, ഇപ്പോൾ സുനൈന പറഞ്ഞ വിഷയങ്ങളിൽ പലതും പൊതുസമൂഹത്തിൻ്റെ മനോഭാവം തന്നെയാണ്. നമ്മുടെ മക്കൾ നാട് വിട്ടു പോകുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ സ്വപ്നങ്ങൾ, അവരടിച്ചേൽപ്പിക്കുന്ന പ്രതീക്ഷകൾ, അവരുടെ പട്ടാള ചിട്ടകൾ, അവർ നടക്കാതെ പോയതല്ല ഇവൻ്റെ മേലെ ആക്കാൻ വേണ്ടി ശ്രമങ്ങൾ. ഇപ്പം സഫാരി ചാനലിൽ ജോലി ചെയ്യുന്ന ക്യാമറാമാന്മാരും വീഡിയോ എഡിറ്ററും ഗ്രാഫിക് ഡിസൈനേഴ്സും ആയ പിള്ളേരിൽ, ചെറുപ്പക്കാരിൽ വലിയൊരു ശതമാനം ബിടെക്കുകാരാണ്. ഇവരെ പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർ പിന്നീട് ഞാൻ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇവരോട് ചോദിക്കാറുണ്ട്, നീ ബിടെക് പഠിച്ചിട്ട് എന്തിനാണ് വീഡിയോ എഡിറ്ററായിട്ട് സഫാരിയിൽ ജോലിക്ക് വന്നത്? സാറേ, ബിടെക്കിന് പോയത് അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ്. 6-7 കൊല്ലം കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ അവിടെ നിന്നും ഗണം പിടിക്കുകയായിരുന്നു. ഇനി നീ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ പറഞ്ഞു. അതായത് എത്രയോ ലക്ഷം രൂപയും കളഞ്ഞ് ഈ കുഞ്ഞിൻ്റെ 6-7 വർഷം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇപ്പം അവനെ വിട്ടിരിക്കുകയാണ് വീഡിയോ എഡിറ്ററായിട്ടോ ക്യാമറമാനായിട്ടോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലേക്ക് വിട്ടിരുന്നെങ്കിൽ, കലയുടെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് അവനെ വിട്ടിരുന്നെങ്കിൽ ലോകമറിയുന്ന ഒരു പ്രതിഭയായി മാറേണ്ട ഒരുത്തനെയാണ് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞതെന്ന് ഓർക്കണം. അപ്പോൾ വിദ്യാഭ്യാസത്തിലും സമൂഹത്തിൻ്റെ വീക്ഷണത്തിലുമെല്ലാം മാറ്റം വന്നെങ്കിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനി തിരിച്ചൊഴുക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിനെ തടഞ്ഞു നിർത്താനുള്ള സാധ്യത എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഈ വിഷയത്തിൻ്റെ മറുപുറമാണ് ഞാൻ ആദ്യം പറഞ്ഞ കേരളത്തിൽ നിന്നും ലക്ഷക്കണക്കിന്, ഹബീബ് കണക്ക് വെച്ചു, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും ഓരോ വർഷവും പരക്കം പായുകയോ പലായനം ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് ഞാൻ പറഞ്ഞു, ഓൾ ഇന്ത്യ അഡ്മിഷൻ ടെസ്റ്റിൽ കേരളം നിർബന്ധമായി എടുക്കേണ്ടി വരുന്ന കുറച്ച് കുട്ടികൾ ഒഴിച്ചാൽ കേരളത്തിലേക്ക് സ്വമേധയാ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ വരുന്നില്ല? നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ അതൊരു വലിയ ബബിളാണോ? അതൊരു ഊതി വീർപ്പിച്ച ഒരു സംഗതി മാത്രമാണോ? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരവും ഇൻഫ്രാസ്ട്രക്ചറും ഒരുപക്ഷെ നേരത്തെ ഹബീബ് പറഞ്ഞ പോലുള്ള ഈ ഫാക്കൽറ്റികൾ അല്ലെങ്കിൽ അക്കാഡമിക്സ് സിലബസ് സ്കീമുകളുടെയൊക്കെ ഒരു ഉപരിപ്ലവത എടുത്താൽ തന്നെ കേരളത്തിലേക്ക് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മനുഷ്യർ, പുറത്തുനിന്നുള്ള മനുഷ്യർ പഠിക്കാൻ വരുന്നില്ല എന്നൊരു ചോദ്യത്തെ ഈ രംഗത്ത് ഇപ്പോൾ ചുവടുവെച്ച് വന്നിട്ടുള്ള പുതിയൊരു അധ്യാപികയെ എങ്ങനെ കാണുന്നു എന്നെനിക്കറിയാൻ താല്പര്യമുണ്ട്. താങ്ക്സ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ സാർ. അതിന് ഉത്തരം പറയുന്നതിന് മുൻപേ ഞാൻ സന്തോഷ് സാറ് പറഞ്ഞ കാര്യത്തിനോട്
ഒരു ചെറിയൊരു കമൻറ്റ് പറഞ്ഞിട്ട് തുടങ്ങാം. എല്ലാ ബഹുമാനത്തോടും കൂടി സാർ അതിൻ്റെ ഒരു പാസിംഗ് കമൻ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞു, പതിവ്രത എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞു എന്നുള്ളത്. പതിവ്രത എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു വാക്കായിട്ടും കൺസെപ്റ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് കൂടി തന്നെയാണ് ആ ഒരു പാതിവ്രത്വം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റു പല ഐഡിയകളും കൺസെപ്റ്റും ഒക്കെ ഈ മലയാളി സൈക്കിയിൽ രൂഢമൂലമായതുകൊണ്ടൊക്കെ തന്നെയാണ് സ്ത്രീകൾ ഇവിടെ നിൽക്കാൻ. ഇവിടെ ഒത്തിരി പതിവ്രതകൾ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ, അവരെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച്. ഈ പതിവ്രതമാർ എത്ര സന്തോഷത്തോടു കൂടിയാണ് പാതിവ്രത്യം സ്വീകരിച്ചതെന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അത് പോട്ടെ, നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് എന്തുകൊണ്ട് അന്യ സംസ്ഥാനത്തിൽ നിന്ന് സ്റ്റുഡൻസ് വരുന്നില്ല എന്നുള്ളത് പറഞ്ഞാൽ, നമ്മളിപ്പോൾ തമിഴ്നാട്, നമ്മുടെ ബോർഡർ സ്റ്റേറ്റുകൾ എടുത്ത് നോക്കുക, കർണാടക, തമിഴ്നാട്, ഇവിടെയുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും ഈവൻ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും എല്ലാം ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത് മലയാളി സ്റ്റുഡൻസ് ആണ്. ഇവിടെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് നോക്കിയാൽ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തുന്നത് ആ ഒരു സോഷ്യൽ സ്ട്രേറ്റയുടെ അപ്പർ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾ മാത്രമാണ്. അത് വളരെ വലിയൊരു റിയാലിറ്റിയാണ്. ഇപ്പം ഞാൻ ഡൽഹിയിലൊക്കെ പോയപ്പോൾ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഞാൻ പഠിപ്പിച്ച അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലും ഡൽഹി യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ച ജെയിനിലും അവിടെയൊക്കെ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ഡെമോഗ്രഫി എടുത്താൽ ബംഗാളിൽ നിന്നും, യു പിയിൽ നിന്നും, ഹരിയാനയിൽ നിന്നും, ബീഹാറിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ അവിടെ എത്തിപ്പെടുന്ന ആൾക്കാർ ഒരു കാസ്റ്റ് ഡിഫറൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരുടെ ഒരു സോഷ്യൽ കാറ്റഗറി വേറെയാണ്. ആ ഒരു ഹൈറാർക്കിയിൽ, ഹയർ സ്ട്രേറ്റിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ മലയാളികൾ അങ്ങനെയല്ല. നമുക്ക് സമൂഹത്തിൻ്റെ ഏത് തുറകളിൽ നിന്ന ആളുകളെയും ഇപ്പോൾ എഡ്യൂക്കേഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും എത്തിപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. അത് ചരിത്രപരമായും സാമൂഹ്യപരമായും കേരളം സ്വാംശീകരിച്ച ഒരു വളരെ വലിയൊരു സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ലക്ഷ്യം കൂടിയാണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് അവിടെയുള്ള യൂണിവേഴ്സിറ്റികളും കോളേജുകളും തന്നെ ഉണ്ട്. അവിടുത്തെ സീറ്റുകൾ അവരെ വെച്ച് ഫില്ലാവുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ അവരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ മാത്രം അവിടുത്തെ സ്ഥാപനങ്ങളെ മറികടന്ന് അതിലും മീതെ ക്വാളിറ്റിയുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഇവിടെ ഉള്ളത്, ഇപ്പോൾ സന്തോഷ് സാറ് പറഞ്ഞു, ഒരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള യാഥാസ്ഥിതിക ബോധം ഉറച്ചു പോയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് ആറ്റിറ്റ്യൂഡിലുള്ള അഡ്മിനിസ്ട്രേഷനാണ് നമ്മുടെ മിക്ക യൂണിവേഴ്സിറ്റികളിലും ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കാലങ്ങളായിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ചേഞ്ച് ചെയ്യാതെ ഒന്നും നടക്കില്ല. ഒരുപാട് നൂലാമാലകളുണ്ട്. അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് പഠിക്കാൻ വരുമ്പോഴും നമ്മൾ റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. നോൺ കേരളൈറ്റ് സീറ്റ്സ് എന്ന് ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ആ സീറ്റ് ഫില്ലാവുന്നത് 2 തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനുമുണ്ട്. പിന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഇങ്ങനെ വളരെ ചുരുക്കമേ ഉള്ളൂ. ആ പെർസെൻറ്റേജ് തുലവും തുച്ഛമാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ കേരളത്തിന് പുറത്ത് പഠിച്ച് ഇവിടേക്ക് വരുമ്പോൾ, ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ വരുമ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യപ്പെടുന്നത്. അത് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മളോട് ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കുമ്പോഴേ അതിൻ്റെ ഒരു എന്താ പറയുക, എത്ര ഇല്ലോജിക്കലാണ് അത് എന്നുള്ളത് നമുക്ക് തോന്നും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പഠിച്ചത് ഈ പെർട്ടിക്കുലർ സബ്ജക്റ്റിലാണ് എന്നൊക്കെയുള്ള എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചൊന്നും പോരാ, സ്പെഷ്യൽ ലെറ്ററുകൾ ഞാൻ അവിടെ തിരിച്ചു പോയി വാങ്ങിക്കേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാങ്കേതികത്വം ഇവിടെ ഉണ്ട് എന്നുള്ളതും മനോഭാവത്തിൽ വളരെയധികം യാഥാസ്ഥിതികത്വം നമ്മുടെ ഇവിടുത്തെ സ്ഥാപനങ്ങളിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മാറി വന്നേ പറ്റൂ, അല്ലെങ്കിൽ സിസ്റ്റം കൊളാപ്സ്ഡ് ആവും. ഇപ്പം തന്നെ നമുക്കറിയാം, ഹബീബ് സൂചിപ്പിച്ച പോലെ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആപ്ലിക്കേഷൻസിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറയാണ്. അപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഞങ്ങളത് പല തരത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ ഒരു ഗവൺമെൻറ് ആയാലും ഒക്കെ ഇത് തിരിച്ചറിയുകയും അതിന് വേണ്ട ചില നീക്കങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപീകരിച്ചതിന് ശേഷം കുറച്ച് അതിന് വേണ്ടിയുള്ള അറ്റംപ്റ്റ്സ് നടക്കുന്നുണ്ട്. ഈ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഒഴിവാക്കുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചു വന്നവർക്ക് അത് വേണ്ട എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ക്വാളിറ്റി കൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ പുറത്തു പോയി പഠിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഇവിടെ വോളണ്ടിയർ ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറയണ, മാം എനിക്കും പോകണം, പുറത്തു പോയി പഠിക്കണം. അതിൻ്റെ പ്രധാന കാരണം എനിക്ക് എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം.
ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം കേരളത്തിന് പുറത്ത് പോയി പഠിക്കുന്ന ആഗ്രഹിക്കുന്ന കുറേ കുട്ടികളുണ്ട്. കാരണം നമ്മളിവിടെ അതും ഒരു കാരണമായിരിക്കാം ചിലപ്പോൾ. ഐ എം ജസ്റ്റ് തിങ്കിങ് ലൗഡ്. പുറത്തു വരുന്ന കുട്ടികൾക്ക് ഒരു കൾച്ചറൽ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടോന്നേ. നമ്മളിവിടെ ഒരു മലയാളി കൾച്ചർ മാത്രം, ആ ഒരു മലയാളത്തിൽ മാത്രമാണ് പലപ്പോഴും ക്ലാസ്സുകൾ പോലും എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം അവർക്ക് ഇവിടെ ആ ഒരു ഇൻക്ലൂസിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു സംശയമാണ്. അപ്പം ഞാൻ വന്നിട്ട് എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിക്കൂ എന്ന് തീരുമാനിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. കുട്ടികൾ ക്ലാസ്സിൽ സംസാരിക്കില്ല, അവർ മിണ്ടില്ല, ഡിസ്കഷൻസ് ഉണ്ടാവില്ല, ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരികയാണ്. അതല്ല നല്ലൊരു രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ, അതല്ല നല്ലൊരു ക്ലാസ് റൂം. നമ്മൾ ഡയലോഗ്സും ഡിസ്കഷൻസും ഡിബേറ്റ്സും ആയിട്ടാണ് ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോഴേ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ പക്ഷെ അത് പറ്റുന്നില്ല. അവർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, മനസ്സിലാവും, പക്ഷെ പറയാൻ ബുദ്ധിമുട്ടാണ്. അതെന്താണ് അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്? ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്നത് മലയാളികൾ തന്നെയാണ് പല സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോഴും. പക്ഷെ എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഡൽഹിയിൽ പോയപ്പോൾ ഉണ്ടായിരുന്നതാണ്, മലയാളികളാണല്ലോ നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാൻ പറ്റില്ല. അറിയും, പക്ഷെ ഇത് സംസാരിക്കാൻ എവിടേക്കും നമുക്ക് ഭീകരമായ ഇൻഹിബിഷൻ ഉണ്ട്. ആ ഇൻഹിബിഷൻ വരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഡീപ്പർ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. നമ്മൾ എവിടെയോ പോരാ, നമ്മുടെ ഇംഗ്ലീഷ് പോരാ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന തെറ്റുകൾ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ എന്താ പറയുക പോയിന്റ് ഔട്ട് ചെയ്ത് ക്രൂശിക്കുന്നൊക്കെ സ്വഭാവമുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന കുട്ടികൾ എങ്ങനെയാണ് അവരിവിടെ പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഞങ്ങളുടെ സ്റ്റുഡൻസ് മലയാളം പഠിച്ചിട്ടാണ് ഇവിടെ സർവൈവ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഒറ്റ ലൈനിൽ എനിക്ക് ആൻസർ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സാർ ഞാനതിൽ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഇക്വാലൻസി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഞാൻ BEd ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സെറ്റ് എക്സാം പാസ്സായിരുന്നു. അപ്പം എൻ്റെ കൂടെ സെറ്റ് എക്സാം പാസ്സായതിൽ എനിക്ക് മാത്രമാണ് ഇപ്പോൾ സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തുള്ളത്. കാരണം ഞാൻ ജാമ്യ മില്ലിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി പഠിച്ചതുകൊണ്ട് അതിന് കേരളത്തിലൊരു യൂണിവേഴ്സിറ്റിയുടെ ഇക്വാലൻസി വേണം. ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇക്വാലൻസിക്ക് അപ്ലൈ ചെയ്തു. 2-3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. പക്ഷെ അതിൽ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയോ അപ്പോൾ അതിൽ എഴുതി കാണിക്കുന്നത് ഇക്വാലൻസി തരാൻ പറ്റില്ല, റിക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, LBS സെൻറ്ററിലേക്ക് വിളിച്ചു. സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന LBS സെൻറ്ററിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, UGCയുടെ ഒരു ഓർഡർ ഉണ്ട്, ശരിക്കും ഇക്വാലൻസി വേണ്ട എന്നുള്ളത്. ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടില്ല, ഇപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചത് റിക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് അത് മതിയാവോ? പറഞ്ഞ് പോരാ, റിക്കഗ്നിഷൻ എന്നുള്ളൊരു വാക്കിൻ്റെ അടുത്ത് ഒരു കൂടെ ഒരു ഇക്വാലൻ്റ് കൂടിയുള്ളൊരു വാക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാൻ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിഷമം ഇവിടെ പങ്കുവെക്കണം. നേരത്തെ എൻ്റെ ഒരു മോറൽ പോലീസിങ്ങിൻ്റെ ഒരു കാര്യം ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ഇന്നലെ കാനഡയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, കെമിസ്ട്രിയിൽ PhD ചെയ്യുന്ന ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചിരുന്നു, എന്താണ് എനിക്കിങ്ങനെ ഒരു സെഷൻ ഉണ്ട്, നീ അവിടെ ഉള്ള ആളെന്നുള്ളൊക്കെ എന്തെങ്കിലും കമൻറ്റുകൾ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു 100 വിദ്യാർത്ഥികൾ കാനഡയിൽ പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിൽ വെറും 10 ആൾക്കാർ മാത്രമാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് മെയിൻ ഫോക്കസ് ചെയ്ത് പോകുന്നത്. ബാക്കി 90% ആളുകളും പോകുന്നത് അവിടുത്തെ ഒരു ലൈഫൊക്കെ ഒന്ന് ഇതാക്കാനും കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സാധനമുണ്ട്. ഇപ്പം കേരളത്തിൽ കുറേ ആൾക്കാർ പറയും കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകുന്നു, അവരൊക്കെ തിരിച്ചു കൊണ്ടുപോകാന്നൊക്കെ. എങ്ങാനും ഏതെങ്കിലും ഒരാൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നാൽ പിറ്റേന്ന് ചോദിക്കും എപ്പാ പോകുന്നേ. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരോട് എങ്ങനെയാണ് ചോദിക്കുക എപ്പാ പോകുന്നത്, പഠിച്ച് ലീവിന് വരുന്ന ആൾക്കാരോടും നമ്മൾ അങ്ങനെ തന്നെ ചോദിക്കുക ഇനിയെപ്പോൾ തിരിച്ചു പോകുന്നതെന്നുള്ളത്. അപ്പം ആറ്റിറ്റ്യൂഡ് വലിയൊരു പ്രശ്നം തന്നെയാണ്. എനിക്ക് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടിയപ്പം എൻ്റെ ഒരു സുഹൃത്തിനെ ചോദിച്ചു എനിക്ക് ഇവിടെ പഠിക്കാനുള്ള മാർക്കൊന്നും ഇല്ലാന്നാണ് ചോദിച്ചത്. അപ്പം ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. നമ്മൾ ഈ സെഷൻ്റെ അവസാനത്തെ ചോദ്യം അല്ല അവസാനത്തെ ഒരു അഭിപ്രായം സന്തോഷം ഞാൻ ക്ഷണിക്കുകയാണ്. അതിനുശേഷം നമ്മൾ 15 മിനിറ്റ് നമുക്ക് ഓപ്പൺ ഡിസ്കഷനാണ്. ഓഡിയൻസിന് ചർച്ചയിൽ പങ്കെടുക്കണം എന്നൊരു അഭ്യർത്ഥന. അപ്പോൾ ഇതെന്ത് ചോദ്യം ഇതാണ്, ഇപ്പോൾ CDSൻ്റെ സർവേയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നു ഡോക്ടർ ഇരുദയരാജൻ്റെ ഒരു നിരീക്ഷണം ഇപ്പം നിങ്ങൾ കണ്ടു കാണും പലരും. അദ്ദേഹം പറയുന്നുണ്ട് മലയാളിയുടെ മൈഗ്രൻ്റ് അഡിക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. മൈഗ്രൻ്റ് അഡിക്ഷനെ കുറിച്ച് 1960 മുതൽ ഇങ്ങോട്ടുള്ള കാലത്ത് മലയാളി എങ്ങനെയാണ് മൈഗ്രൻ്റ് ഒരു അഡിക്ഷനായി മാറിക്കഴിഞ്ഞു മലയാളിയെ സംബന്ധിച്ച്. ഒരു പക്ഷേ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന മലയാളിയുടെ നിലവാരത്തെക്കുറിച്ചുള്ള സുനേനയുടെ അഭിപ്രായം എനിക്ക് യോജിപ്പില്ല കേട്ടോ, അത് വേറെ വിഷയം. അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാരണം കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായി വരുന്ന റിസൾട്ടിൻ്റെ ഒരു മാരക നില നമുക്കറിയാം. കേരളത്തിലെ +2-ലും SSLC-യിലും ഒക്കെയുള്ള ഈ 100% വിജയവും അവരെ കേരളത്തിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമൊക്കെ നമുക്കറിയാം. അതിപ്പോൾ ചർച്ചയ്ക്ക് ഇവിടെ എടുക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ എടുക്കാത്തതാണ്. കാരണം കേരളം അകപ്പെട്ട് കിടക്കുന്നത് ഒരു വലിയ ദുരന്തത്തിലാണ്, ഒരു ട്രാപ്പിലാണ്. ആ വിഷയം പോട്ടെ, നമുക്കിപ്പോൾ സമയമില്ല. എനിക്കിതിന് അവസാനത്തെ ചോദ്യം സന്തോഷോട് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ഇതൊരു ഇപ്പോൾ അവൾ പറഞ്ഞല്ലോ, ഇപ്പോൾ 60 ഗൾഫ് ബൂമിൻ്റെ കാലം കേരളത്തിൽ ഉണ്ടാക്കിയത് കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലിനെ അതിന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത്. കേരളത്തിൻ്റെ
സാമ്പത്തിക നട്ടില് ഗൾഫാണെന്ന് നമുക്കറിയാം. അതാണ് കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിത്തറ. പക്ഷെ നോക്കൂ, നമ്മൾ ഈ കാണുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പലായനം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോടി, അല്ലെങ്കിൽ 50,000 കോടി എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ഇത്രയും കോടി മൂലധനത്തിൻ്റെ പുറത്തുകൾ ഒഴുക്കാണ്. ഇത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഭാവിയെ, സാമ്പത്തിക ഭാവിയെ, സാമൂഹിക ഭാവിയെയൊക്കെ എങ്ങനെ തകർക്കും എന്ന് ഒരു സൂചനയെങ്കിലും തന്നുകൊണ്ട് സന്തോഷ് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയും നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയും ചെയ്യും. ഗൾഫിലേക്കുള്ള കുടിയേറ്റം എന്ന് പറയുന്ന, അല്ലെ ഗൾഫിലേക്ക് മൈഗ്രേഷൻ, ആളുകൾ തൊഴിൽ തേടി പോയത് എല്ലാം സ്വന്തം നാട്ടിലേക്ക് സമ്പാദിച്ച് അല്ലെങ്കിൽ സമ്പാദിക്കുമെന്ന സ്വപ്നത്തോടു കൂടി പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാളും ഗൾഫിൽ സ്ഥിരതാമസമാക്കാൻ വേണ്ടി പോയതല്ല. ആവശ്യത്തിന് പണമായി കഴിയുമ്പം സ്വന്തം നാട്ടിലേക്ക്, ജന്മനാട്ടിലേക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, കുടുംബത്തിന്, മക്കൾക്ക് ഒപ്പം ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടിയുള്ള സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അത് എത്ര പേർക്കത് നടന്നു എന്ന് നമുക്ക് പറയത്തില്ലെങ്കിലും വലിയൊരു ശതമാനം കേരളത്തിലെ കുടുംബങ്ങൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് ഗൾഫിൻ്റെ പണം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാം. കാരണം കേരളത്തെ കേരളമാക്കിയതും ഈ ഗൾഫ് പണമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന മൈഗ്രേഷൻ കേരളത്തിൽ ഏറ്റവും വലിയ അപകടകരമായൊരു മൈഗ്രേഷനാണ്. ഈ പോകുന്ന ആളുകളൊന്നും യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ പോകുന്ന ഒരാളും അവിടെ നിന്ന് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. മുമ്പേ ആദ്യം നമ്മൾ സൂചിപ്പിച്ച പോലെ കുറച്ച് പുരുഷന്മാർ ചിലപ്പം സഹികെട്ടെങ്ങാനും വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന് വീണ്ടും അവർ തിരിച്ചു പോകേണ്ടി വരും. കുട്ടികൾ, അവരുടെ മക്കൾ ഒരു കാരണവശാലും തിരിച്ചു വരില്ല. ഭാര്യമാർ, സ്ത്രീകൾ ഒരിക്കലും തിരിച്ചു വരില്ല. അവരവിടെ ചെന്ന ഉടനെ അവർക്ക് വേണ്ട 2 പ്രധാന കാര്യങ്ങൾ: ഒന്ന്, ഒരു വാഹനം അത്യാവശ്യമാണ്; 2, അവർക്കൊരു വീട് ആവശ്യമാണ്. ഇത് രണ്ടും ലോൺ എടുത്ത് കഴിയുമ്പോഴേക്കും അവരുടെ സമ്പത്തിൻ്റെ വരുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു ശതമാനം അതിലേക്ക് മുടക്കേണ്ടതുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോളേജ് പഠനത്തിന് നല്ല ഫീസാണ് ഈ രാജ്യങ്ങളിലൊക്കെ. അതിനുവേണ്ടി ലോൺ എടുക്കേണ്ടി വരും. പിന്നെ അവരുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ളത്. അപ്പോൾ പിന്നീട് അവിടുത്തെ സോഷ്യൽ ബന്ധങ്ങൾ, ഇതൊക്കെ ആകും കഴിയുമ്പോഴേക്കും 2ാം ജനറേഷൻ ഒരിക്കലും കേരളത്തിലേക്ക് മടങ്ങില്ല. അതോടെ ആദ്യം പോയ ഫസ്റ്റ് ജനറേഷൻ ആളുകളും മടങ്ങി വരാത്തവരാകുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് പണം അയക്കേണ്ട ആവശ്യം അവർക്കില്ല. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വല്ല അത്യാവശ്യ കാര്യത്തിന് കുറച്ച് പൈസ അയച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതല്ലാതെ പിന്നീട് കേരളമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സമൂഹമായിട്ട് അവർ മാറും. മലയാളത്തിൽ സംസാരിച്ചെന്നിരിക്കും, സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ടെന്നിരിക്കും, ഓണം ആഘോഷിച്ചെന്നിരിക്കും, മലയാളി അസോസിയേഷൻ അവിടെ ഉണ്ടാക്കിയെന്നിരിക്കും. പക്ഷേ കേരളത്തിലേക്ക് ഗൾഫ് നാടുകളിൽ നിന്ന് വന്ന പോലെ ഒരു പണം ഒരിക്കലും വരാൻ പോകുന്നില്ല. മാത്രമല്ല, ഇന്ന് കോട്ടയം ജില്ലയിൽ, അല്ലെ പത്തനംതിട്ട ജില്ലയിൽ, ഇടുക്കി ജില്ലയിലൊക്കെ ഇപ്പം നിങ്ങൾ വന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയുണ്ട്. ഇവിടേക്കൊക്കെ എത്ര വന്നിട്ടുണ്ടെന്നറിയില്ല. അവിടുത്തെ എൻ്റെയൊക്കെ സ്വദേശത്ത് പാലായിലും മരങ്ങാട്ടുപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുമൊക്കെ വലിയൊരു ശതമാനം വീടുകളിലും ഇന്ന് വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. അവരിൽ പലരും 70 വയസ്സിന് മേലെ പ്രായമുള്ളവരാണ്. അതായത് ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ അവർ ഇന്ന് താമസിക്കുന്ന ആ വീടുകളിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ വീട് ആർക്കും വേണ്ടാത്ത ഒരു വീടായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഇതിനു മുമ്പത്തെ സെഷനിൽ, അന്ന് ആ സെഷനിൽ ഉണ്ടായിരുന്നവർ ക്ഷമിക്കണം, പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അർമേനിയ എന്നൊരു രാജ്യത്തൂടെ ഞാൻ സഞ്ചരിക്കുമ്പം ലോകത്തെ ഏറ്റവും അധികം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ വിഘടിക്കപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് ഏറ്റവും അധികം, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെയും അന്യരാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയൊരു ജനസമൂഹം മലയാളികളെ പോലുള്ള ഒന്നും നിങ്ങൾ സെർച്ച് ചെയ്താൽ അർമേനിയൻ വംശജരാണെന്ന് മനസ്സിലാവും. അവർ വലിയൊരു ശതമാനം റഷ്യയിൽ ഇപ്പോൾ ഉണ്ട്. യൂറോപ്പിലേക്ക്, പടിഞ്ഞാറ് യൂറോപ്പിലേക്ക് കുടിയേറിയിരിക്കുന്നു. നിങ്ങൾ അർമേനിയയിലൂടെ യാത്ര ചെയ്താൽ, യെരേവാനിൽ നിന്ന് ഉൾനാടുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോ ഗ്രാമത്തിലും ഒരു 50 to 60% വീടുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ആ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു, മുറ്റത്താകെ പള്ള വളർന്നിരിക്കുന്നു, വീടിൻ്റെ മുകളിലേക്ക് പള്ളിപ്പടർപ്പുകൾ കയറിപ്പോയിരിക്കുന്നു, വീടിൻ്റെ ഓടോ മേൽക്കൂരയോ തകർന്നടിഞ്ഞിരിക്കുന്നു, ഒരു വശത്ത് വാതിൽ പകുതി തകർന്ന നിലയിലാണ്, അതിനുള്ളിലേക്ക് നായ്ക്കളും മരപ്പെട്ടികളും ഒക്കെ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് കാണാം. ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിലെ പകുതിയിലേറെ വീടുകളും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു. ഞാൻ അവിടുത്തെ എന്നെ കൊണ്ടുപോയ ഗൈഡിനോട് ചോദിച്ചു, ഇങ്ങനെ വെറുതെ ഇടാതെ ഇത് ആർക്കെങ്കിലും വിറ്റുകൂടെ? അപ്പോൾ അയാൾ ചോദിച്ച ചോദ്യം ഉണ്ട്, ആര് വാങ്ങാനാണ്? ബാക്കിയുള്ളവരും കൂടെ പോകാൻ റെഡിയായി നിൽക്കുക, അവരുടെ മക്കളും പോകാൻ റെഡിയായി നിൽക്കുക, അല്ലെങ്കിൽ ആ അവശേഷിക്കുന്ന വീടുകളിലുള്ളവർ അധികം താമസിയാതെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകാൻ നിൽക്കുന്നവരാ. ആർക്കാണ് ഇത് വേണ്ടത്? ആളൊഴിഞ്ഞു പോയ ഒരു വനം ആയി വീണ്ടും പ്രകൃതിയിലേക്ക് മടങ്ങുന്ന ഒരു കേരളത്തെ ആയിരിക്കും നമ്മളിനി ചിലപ്പോൾ കാണാൻ കിട്ടുക. 5 മണിക്ക് നമുക്കിത് അവസാനിപ്പിക്കണം. അതിനുമുമ്പ് ചോദ്യങ്ങൾ ക്ഷണിക്കുന്നു. ഇവിടുത്തെ ചർച്ച കേട്ടാൽ തോന്നുക ഞാനൊരു മലയാളി എന്ന നിലയിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ദരിദ്രവാസിയായി ജനിച്ച് നല്ല വിദ്യാഭ്യാസം നേടാൻ പറ്റി സുഖമായി ജീവിക്കുന്നതുകൊണ്ട്.
അപ്പോൾ ഇവിടെ കേട്ടാൽ തോന്നുക പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ പ്രപഞ്ചത്തിലും മനുഷ്യ സമൂഹത്തിലും എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതാണെന്നൊരു ശാസ്ത്രമാണ്. നമ്മൾ ഇന്ത്യ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലൊന്നാണ്. ഏത് ഇന്ത്യയിലെ 36 കോടി ആളുകൾ പട്ടിണി കിടക്കുന്ന ഇന്ത്യയിലെ, 35 കോടി ആളുകൾ നിരക്ഷരായ ഇന്ത്യയിലെ, കോടാനുകോടി കുട്ടികൾ സ്കൂളിൽ പോകാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം എന്നതുകൂടി കാണേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ഇപ്പോൾ കർണാടകത്തിൽ ആളുകൾ പോകുന്നത് അവിടുത്തെ ആളുകൾ സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഈ അഡ്മിഷൻ ഇതിൽ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുന്ന ഒരാളാണ്. തമിഴ്നാട്ടിലും പിന്നെ മംഗലാപുരത്തും അവിടെ വിദ്യാഭ്യാസം നേടി ആളുകൾ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്താ അതുപോലെ ഈ 3.5 കോടി മലയാളികളുള്ള നാട്ടിൽ 5-10 ലക്ഷം ആളുകൾ അങ്ങോട്ട് പോകുന്നത് നല്ലതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ കേരളത്തെ 100% സാക്ഷരത 33 കൊല്ലം മുമ്പേ നേടിയ കേരളത്തെ, ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത കേരളത്തെ, മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന കേരളത്തെ ഞാൻ വെറുതെ പറയുകയില്ല. സന്തോഷ്ജി ലോകമൊട്ടാകെ പോയി, ഞാൻ ഇന്ത്യ ഒട്ടാകെ ഏകദേശം സഞ്ചരിച്ച് 70-ാം വയസ്സിൽ 71-ാം വയസ്സിൽ പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊരു ചർച്ച ഒരു ഭാഗം കാണുമ്പോഴും കേരളത്തിൻ്റെ മഹത്വം കൂടി കാണേണ്ടതല്ലേ? സന്തോഷ്ജി ഇപ്പോൾ കേരള ഇതിൻ്റെ മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അവിടെയും പറയാം. മോശമല്ല, നിങ്ങളെ ചർച്ചയൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇത് മാത്രം കേട്ടാൽ കേരളം എന്തോ നാളെ മുടിഞ്ഞു പോകാൻ പറ്റില്ല. ലോകത്തിലെ നരകമായ ഇന്ത്യയിലെ സ്വർഗമാണ് കേരളം എന്നുകൂടി അതോടൊപ്പം പറയണം. അതാണ് ചോദ്യം. ഒരു കാര്യം എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയത് പറഞ്ഞത് ഡൽഹിയിൽ പഠിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വന്ന ആളെന്നാണ്. ഞാൻ ഇവിടെ കേരളത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് ഇത് കേരളത്തിലെ കുറ്റപ്പെടുത്താനുള്ള ഒരു സെഷനല്ല. കേരളത്തിൻ്റെ മഹത്വം പറയുന്ന ഒരുപാട് സെഷനുകളുടെ ഉണ്ട്. ഇതൊരു കുറ്റം പറയാനുള്ള ഒരു സെഷനല്ല. ഇപ്പോൾ നേരത്തെ ഒരു ഇരുടേ രാജനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം കേരളത്തിലെ മൈഗ്രേഷനെ കുറിച്ച് പഠനം നടത്തിയ ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മളിവിടെ ആരോപിച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടാലും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം റെഡിയാവുന്നു, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ റെഡിയാവുന്നു, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാലും ഇവിടുത്തെ മൈഗ്രേഷൻ നിൽക്കാൻ പോകുന്നൊന്നുമില്ല. മൈഗ്രേഷൻ ഈസ് എ ഗ്ലോബൽ ഫിനമിനൻ. ആളുകൾ പോകും വരും. ആളുകൾ പോകട്ടെ, കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകട്ടെ, അവർ പുതിയ കാര്യങ്ങൾ പഠിക്കട്ടെ, അവർ ഗെയിൻ ചെയ്യട്ടെ. അങ്ങനെ ഗെയിൻ ചെയ്ത കാര്യങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റട്ടെ. പക്ഷേ നമ്മൾ ഇപ്പം നിലവിൽ മൈഗ്രേഷൻ ഇപ്പോൾ 10-15 ലക്ഷം പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ 10-15 ലക്ഷം ആളുകൾ പുറത്തു പോകാനുള്ള കാരണങ്ങളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കണം. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് പരിഹരിക്കപ്പെടണം. കേരളത്തിൽ 10-15 ലക്ഷങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് 10-15 ലക്ഷങ്ങൾക്ക് തിരിച്ച് കേരളത്തിലേക്ക് ഇതേപോലെ വരാനുള്ള ഒരു റീപ്ലേസ്മെൻറ്റ് മൈഗ്രേഷൻ നടക്കാനുള്ള രൂപത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറുകയും ചെയ്യണം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യം സൂചിപ്പിച്ചത് കുറേ കണക്കുകളാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിനകത്ത് 80% എത്ര ശതമാനം പേരാ കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ? 72% ചെറുപ്പക്കാരും കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാണ് നമ്മൾ ചർച്ച തുടങ്ങിയത്. അതിൻ്റെ കാരണങ്ങളാണ് നമ്മളീ പറഞ്ഞത്. പിന്നെ 2, ഈ 148 രാജ്യങ്ങളിലൂടെ കഴിഞ്ഞ് 27 വർഷമായിട്ട് സഞ്ചരിക്കുകയും ഈ നാടിൻ്റെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ ഈ കേരളത്തിൽ തന്നെ ജീവിക്കുകയും നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓർക്കണം. അപ്പോൾ സാറിന് മനസ്സിലായത് ഞാൻ നാട്ടിൽ വിട്ട് പോകണമെന്ന് എല്ലാവരോടും പറയുകയല്ല, ഈ നാട് വിട്ടു പോകരുതെന്നാണ് സഞ്ചാരത്തിൽ സഫാരിയും കാണുന്നത്. സാർ ഇടയ്ക്ക് സഫാരിയും കൂടെ ഒന്ന് കണ്ടാൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ. ഒരു സംശയവുമില്ല, സാമൂഹ്യക്ഷേമ സൂചികകളിലൊക്കെ കേരളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എന്നിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കേരളത്തിൽ നിന്ന് ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നത്, നമ്മുടെ യുവാക്കൾ എന്തുകൊണ്ട് കേരളം വിട്ടുപോകുന്നതിനെ നമ്മളൊന്ന് പ്രശ്നവൽക്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയല്ലേ? എന്നാലല്ലേ അതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയുള്ളൂ. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും പുറത്തു പോയിട്ട് തിരിച്ചു വന്നവരാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ശ്രമിക്കുന്നത് അതിനാണ്. അപ്പോൾ സാറ് നേരത്തെ ചോദിച്ച ചോദ്യത്തിനോട് ഒരു ചേർക്കണം. എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമേ, ഞങ്ങൾ തിരിച്ചു വന്നവരെല്ലാം ഇവിടുത്തെ സിലബസ് കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ഞങ്ങൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് പേരെ എനിക്ക് അറിയാൻ ശ്രമിക്കുക നടക്കുന്നുണ്ട് എന്നുള്ളതൊരു ഒരു വസ്തുതയാണ്. അതിനുള്ളൊരു സപ്പോർട്ട് സിസ്റ്റവും ഇപ്പോഴത്തെ കുറേ പുരോഗമനപരമായി ചിന്തിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ആളുകൾ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം തരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെ പ്രശ്നവൽക്കരിക്കാതെ ഈ ഒരു
നൊസ്റ്റാൾജി മാത്രം മുറുക്കി പിടിച്ച് നിന്നാൽ ഈ ആളുകളെല്ലാം പോവുകയും സാറ് പറഞ്ഞ പോലെ ഒരു 15-20 വർഷത്തിനുള്ളിൽ കേരളം ഒരു എന്താ പറയുക വൃദ്ധന്മാരുടെ ഒരു ആലയമായി മാറുകയും ചെയ്യുന്നതാണ്. ഇപ്പം കെയർ ഹോമുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ എത്ര കെയർ ഹോമുകളുണ്ട്? എന്തിനാണ് നമുക്ക് ഇത്രയധികം കെയർ ഹോമുകൾ കൂടുന്നത് അല്ലേ? അതുപോലെ വയോജന ക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് പലതും ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നോക്കാൻ മക്കൾ ഇവിടെ ഇല്ല. അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ ഇത്രയൊക്കെ സമ്പാദിച്ച് വരണമെന്നുള്ളത് തന്നെയാണ് അല്ലേ? നമസ്കാരം, ഞാൻ ഷീന ഹരി. കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഘടന നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം. പ്രിയപ്പെട്ട സിദ്ധാർത്ഥൊക്കെ നമുക്കൊരു സൂചകമായിട്ട് മുമ്പിലുണ്ട്. എന്താണ് അഭിപ്രായം? ഇപ്പോൾ വ്യക്തിപരമായോ അല്ലെങ്കിൽ ഇൻസിഡൻ്റലായിട്ടോ അതിന് റിപ്ലൈ പറയാൻ ഞാനിപ്പോൾ ആളല്ല. കാരണം അത് വേറെ ചർച്ചയിലേക്ക് പോകും. പക്ഷേ ഈ സർവേകളിലൊക്കെ അതൊരു വലിയ ഫാക്ടറാണ്. ക്യാമ്പസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പുതിയ കാലത്ത് വിദ്യാർത്ഥികളെ വൻതോതിൽ കേരളത്തിലെ വിദ്യാഭ്യാസം അകറ്റുന്ന ഒരു ഘടകമായിട്ട് സർവേകൾ തെളിയിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള പല ക്യാമ്പസുകളിലും ഒരു വിദ്യാർത്ഥികൾക്ക് പ്രശ്നം വരുമ്പോൾ അതിനെതിരെ സംഘടിച്ച് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളി വിദ്യാർത്ഥികളാണ്. അതൊരു സത്യമാണ്. അത് മലയാളികൾക്ക് ഇവിടുന്ന് കിട്ടുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസം കൊണ്ടുകൂടിയാണ്. ഇതിൻ്റെ ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. എനിക്ക് തോന്നുന്നു ഒരു 7 വർഷം മുൻപ് പോണ്ടിച്ചേരി സർവകലാശാല കേരളത്തിലുള്ള എല്ലാ എൻട്രൻസ് എക്സാം സെൻറ്ററുകളും ക്ലോസ് ചെയ്തു ഫോർ 1 year. കാരണം എന്താണ്? കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്ക് അവിടെ ഉണ്ടാവുകയും അവർ സംഘടിക്കുകയും അവിടുത്തെ പല ചൂഷണങ്ങൾക്കെതിരെയും അധ്യാപകർക്കെതിരെയും ശബ്ദിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. ഇത് തന്നെയാണ് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നടന്നത്. ഒരു തവണ മലയാളികൾ അവിടെ എടുക്കുന്നില്ല എന്നുള്ള തീരുമാനം വന്നു. ഡൽഹിയിലും മലയാളികൾ സംഘടിക്കുന്നു, മലയാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. ഇത് നമ്മൾ അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ്. അത് നമ്മുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോസിറ്റീവ് വശമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് മലയാളി ആയതിൻ്റെ സുഖം നമുക്ക് പുറത്ത് പഠിച്ചാൽ കറക്റ്റ് മനസ്സിലാവും നമ്മൾ എത്രത്തോളം മലയാളി കൂട്ടായ്മ നമ്മളെ സഹായിക്കുന്നുള്ളത്. സ്റ്റുഡൻസിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ കേരളത്തിൽ പ്രളയം വന്നപ്പോൾ ഈ ദുരന്തങ്ങൾ വന്നപ്പോഴൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയത് അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചത് കേരളത്തിൽ നിന്ന് പുറത്ത് താമസിക്കുന്ന മലയാളികളാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പുറത്തുള്ള മലയാളികളാണെന്നുള്ളതാണ് സത്യം. കലാലയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയാണ്. അപ്പോൾ ഞാൻ സമയം കുറവുകൊണ്ട് വളരെ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഒരു യൂട്യൂബർ, ഒരു വിക്കിടെക് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഈ അടുത്ത് പറഞ്ഞു, പുതിയ കാലത്തെ കുട്ടികൾക്ക് എന്ത് രാഷ്ട്രീയം, അവരൊക്കെ ഇൻസ്റ്റാഗ്രാം വൈബ്, യോയോ വൈബാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇന്നലെ ബേസിൽ ജോസഫ് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. നന്നായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വന്ന സമയത്ത് ഈ ഒരു 30 സെക്കൻഡുകൾ കൂടുതൽ നമുക്കൊരു സാധനത്തിലേക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇത്തരമൊരു സാധനം നമ്മുടെ പുതിയ കാലത്തില്ല, ഞാൻ അടക്കമുള്ള വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അപ്പം കലാലയ രാഷ്ട്രീയം അല്ലെങ്കിൽ കുറേ കൂടി സർഗാത്മകമാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർഗാത്മക രാഷ്ട്രീയത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. കണ്ടക്ട് ചെയ്തിരിക്കുന്നതും അതിൽ ഏറ്റവും കൂടുതൽ സെഷനിൽ സംസാരിച്ചതും വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് സത്യം. എൻ്റെ ചോദ്യം സന്തോഷ് സാറിനോടാണ്. സാർ, എൻ്റെ പേര് ആര്യനാഥ്. ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. ഞങ്ങളുടെ എഞ്ചിനീയേഴ്സിൻ്റെ അവസ്ഥ അറിയാലോ. ഈ വിഷയം ഇഷ്ടപ്പെട്ട് തന്നെ ഇതെടുത്താണ്. പക്ഷേ ഇത് കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 1 വർഷം കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞ ആളുകൾക്ക് ജോലിയില്ല, ഉണ്ടെങ്കിൽ തന്നെ ശമ്പളവും ഇല്ല. അങ്ങനെ ആർക്കും വേണ്ടാത്ത ജന്മങ്ങളായിട്ട് ഞങ്ങളിവിടെ കെട്ടിക്കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തോട് ഇഷ്ടപ്പെട്ട് തന്നെ ഇതെടുത്തിട്ടും അല്ലാത്തവരുടെ കാര്യം മറ്റായിട്ടുണ്ട്. അപ്പോൾ സാർ ഇത്രയും കാലം സഞ്ചരിച്ചതിൽ ഇപ്പം എന്നെപ്പോലെ ഒരു സിവിൽ എഞ്ചിനീയർക്ക് നല്ല സാധ്യതയുള്ള ശമ്പളമൊക്കെ കിട്ടുന്ന കുറച്ച് രാജ്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നിന്ന് ഞാൻ ഡിപ്ലോമ കഴിഞ്ഞാണ്. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ് പിന്നീട് ഞാൻ ബിടെക്കിന് പോയിരുന്നു. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ് കുറേ പേര് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ പല ജോലിക്കും പോയി. പക്ഷേ 10ഉം 12ഉം ഒക്കെ ശമ്പളം മേടിച്ച് 8 മണിക്കൂർ ജോലി ചെയ്ത് കഷ്ടപ്പെടുവാണ്. അപ്പോൾ സാർ എന്തെങ്കിലും കുറച്ച് രാജ്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്താൽ, സൗകര്യങ്ങൾ സജസ്റ്റ് ചെയ്താൽ നല്ലതായിരുന്നു. അല്ല, അത് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തു നിന്ന് അദ്ദേഹം ആ ഉത്തരം എത്ര പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ
നിർഭാഗ്യവശാൽ ഇത്തരം ഒരു കാര്യത്തിൽ ഡെപ്തിലുള്ളൊരു പഠനം ഞാൻ നടത്തിയിട്ടില്ല. കാരണം അവിടുത്തെ എഞ്ചിനീയറിംഗ് പഠിച്ച, സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾക്ക് ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരിക്കും, വലിയ തോതിൽ വളർച്ചയും വികാസവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന നാടുകളിലൊക്കെ തീർച്ചയായിട്ടും സാധ്യതകളുണ്ടാവും. ഒരു സംശയവും വേണ്ട. കാരണം അവിടെയാണല്ലോ നിങ്ങളുടെ ആവശ്യമുള്ളത്. വളരുന്ന എക്കണോമിയുള്ള നാടുകളിലേക്ക് തൊഴിലിന് സാധ്യതയുണ്ടെന്ന് തന്നെ വിശ്വസിക്കുക. പിന്നെ 2, നിങ്ങൾ നിരാശ വല്ലാണ്ട് ബാധിച്ചിരിക്കുന്നതായിട്ട് ആ ശബ്ദത്തിൽ കേൾക്കുന്നു. അതല്ല, നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് തന്നെയാണെന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടെന്നും സമാനമായ മനസ്സുള്ള കുറച്ച് ചെറുപ്പക്കാർക്ക് ചേർന്ന് പുതിയ ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നും ഒക്കെ അങ്ങ് ചിന്തിക്കുക. വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ചിന്തിക്കുക. എഞ്ചിനീയറിംഗ് പഠിച്ച പ്രതിഭകളുടെ ഒരു കൂട്ടായ്മയിലൂടെ ഇവിടെ ഈ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന, കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ പ്രശ്നങ്ങൾ, സൗന്ദര്യവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രകൃതിയെ ഭംഗിയായി സംരക്ഷിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഇവിടെ പുതിയൊരു ടോയ്ലറ്റ് പോലും പണിയുമ്പോൾ ഉണ്ടാകുന്ന അശാസ്ത്രീയത പരിഹരിക്കുന്നതിന് ഒക്കെ കഴിയുന്ന നിരവധി സംരംഭങ്ങൾക്ക് ഇവിടെ സാധ്യതയില്ലേ? ചിന്തിക്കൂ. കാരണം ആരുടെയെങ്കിലും 15,000 രൂപ മേടിക്കാൻ കാത്തു നിൽക്കാതെ, ഞാൻ പലപ്പോഴും പറയും, ശമ്പളം കുറവാണെങ്കിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്നറിയാമോ? ശമ്പളം കൊടുക്കുന്നവനായി മാറുക. ശമ്പളം കൊടുക്കുന്നവരായി മാറിയവരാരൊക്കെയാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. നല്ല തൊഴിൽ കിട്ടാത്തവൻ, നല്ല വിദ്യാഭ്യാസം പോലും വേണ്ട സമയത്ത് കിട്ടാത്തവരൊക്കെയാണ് ഇന്ന് ഈ രാജ്യത്തിലെ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശമ്പളം കൊടുക്കുന്നവരായി മാറിയത്. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ, ഈ നിമിഷം മുതലൊന്ന് മാറി ചിന്തിക്കുക. നിങ്ങളുടെ സാധ്യതകൾ വളരെ വലുതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത്ഭുതങ്ങളാണ്. അതെനിക്കിപ്പോൾ പറയാനുള്ളൂ. ജോർജ് സാർ, ഇദ്ദേഹത്തിന് ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന് എൻ്റെ ഒരു ചോദ്യം. കാരണം സാറിൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള, സഞ്ചാരം സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഒറ്റ കണ്ടീഷൻ, അവിടേക്ക് തൊഴിലെടുക്കാൻ ആരും ചെല്ലണ്ട. ഞാൻ ഏറ്റവും അവസാനം പോയ ആഫ്രിക്കൻ രാജ്യം റുവാണ്ടയാണ്. അവരുടെ പോലും പോളിസി എന്താണെന്നറിയാവോ? തൊഴിൽ തേടി ഇങ്ങോട്ട് വരണ്ട, അതിന് ഞങ്ങളുടെ നാട്ടുകാരുണ്ട് ഇവിടെ. നിങ്ങളിവിടെ തൊഴിൽ കൊടുക്കുന്നവരായിട്ട് ഇങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിക്കുക, എല്ലാ സൗകര്യങ്ങളും തരാം. കേരളത്തിലൊരു സംരംഭം ആരംഭിക്കുന്നതിൻ്റെ 10-1 സമയം കൊണ്ട് എല്ലാ ക്ലിയറൻസും തന്ന് ചുവന്ന കാർപ്പറ്റ് വിരിച്ച് നിങ്ങളെ സ്വീകരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ലോകം മാറി. തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന, ഒരു സംരംഭം നടത്താൻ കഴിയുന്ന ഒരാളായി മാറാൻ നമുക്ക് എങ്ങനെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പരിശീലനം കൊടുക്കാൻ പറ്റും? വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായും അതിനുശേഷവും. കാരണം ഇത്തരത്തിലുള്ള ബിടെക് കഴിഞ്ഞ IT പഠിച്ച കുട്ടികളെ നമുക്ക് എങ്ങനെ സംരംഭകരാക്കി മാറ്റാമെന്ന ഗൗരവമായ ഒരു ചർച്ച നടക്കേണ്ടതുണ്ട് കേരളത്തിൽ. നമുക്ക് അവസാനത്തെ ചോദ്യമാണ്. സമയം കഴിഞ്ഞു. അടുത്ത സെഷൻ വെയിറ്റ് ചെയ്യുന്നു. അവിടെ ഈ ചോദ്യം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഞാൻ അയർലൻഡിൽ ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസിലാണ്. അപ്പോൾ നോൺ യൂറോപ്യൻസിന് 4% മാത്രം സാധ്യതയുള്ള ഒരു സ്കോളർഷിപ്പിലാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ആദിവൃത്തിയൊക്കെ അവർ ഉപേക്ഷിച്ചെങ്കിലും ജാതി ചിന്ത വളരെയധികം കൊണ്ട് നടക്കുന്ന മലയാളി സമൂഹമാണ് ഈ പ്രദേശത്തൊക്കെ. ഇപ്പം ഞാൻ അമേരിക്കയിൽ സഞ്ചരിച്ചു, ഇറ്റലിയിൽ, അതുപോലെ പല രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഇപ്പോൾ മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ അടുത്ത് പോവാറില്ല. മറിച്ച് ഞാൻ സൗത്ത് ഏഷ്യൻസിൻ്റെ അടുത്താണ് പോവാറുള്ളത്. സോ അവർ പാതിവൃത്തിയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ജാതി ചിന്ത എല്ലായിടത്തും കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം ആ ടോപ്പിക്ക് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. ഒറ്റ കമൻറ്റോടുകൂടി, ഇവിടെ പറഞ്ഞ പല കഥകളിലും കേരളത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഇത്രയൊക്കെ വിഷമത്തോടെ പറഞ്ഞ സന്തോഷ് ജോർജാണ് നമ്മുടെ പ്ലാനിംഗ് ബോർഡിലുള്ളത് എന്നുകൂടി ഓർക്കുക. ഇതാണ് കേരളത്തിൻ്റെ ഈ സ്ഥിതി. ഇത് ഓർക്കുക. സന്തോഷം എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ വരുത്തട്ടെ. എല്ലാവർക്കും നന്ദി. ഈ സെഷൻ പങ്കെടുത്തതിന്.